നമ്മൾ ഇന്നലെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉത്തരനും അർജുനനുമായിട്ടുള്ള ഒരു സംവാദമാണ് അല്ലെ? ഉത്തരനും അർജുനനുമായിട്ടുള്ള ഒരു പ്രത്യേക സംവാദമാണ് നമ്മൾ പഠിച്ചത്. ആ സംവാദത്തിനൊടുവിൽ, അതെ, മാരാര് പ്രാർത്ഥിക്കും, ആ സംവാദത്തിനൊടുവിൽ എന്താ സംഭവിക്കുന്നത്? അർജുനൻ ഗാണ്ഡീവധാരിയായി യുദ്ധത്തിനങ്ങ് പുറപ്പെടുകയാണ്. ഒരു രക്ഷയില്ല. അർജുനൻ ഗാണ്ഡീവം എടുത്തുകൊണ്ടാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത്. അധർമ്മത്തിന് നേരെയാണ് അർജുനൻ പോരാടാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ശമീ വൃക്ഷത്തിൽ നിന്ന് ആയുധങ്ങളെല്ലാം എടുത്തിട്ട് ഉത്തരനെ അങ്ങ് തേരാളിയാക്കിക്കൊണ്ട് കൗരവന്മാരോട് യുദ്ധത്തിന് തയ്യാറായപ്പോ നമ്മുടെ ഉത്തരന് പിന്നെയും ഒരു സംശയം. ഗാണ്ഡീവൊക്കെ എടുത്തു അർജുനൻ. ഉത്തരനോട് പറഞ്ഞു, ഉത്തരാ തേരെടുത്തോളൂ എന്ന് പറഞ്ഞു. തേരെടുത്തിട്ടും ഉത്തരന്റെ സംശയം തീരുന്നില്ല. എന്താ സംശയം? ലോകൈക ധനുർധരനായിരിക്കുന്ന അർജുനൻ എങ്ങനെയാണ് ക്ലീബനായി തീർന്നിരിക്കുന്നത്? ജ്യേഷ്ഠ സഹോദരന്റെ കൽപ്പന അനുസരിച്ച് ഞാനൊരു മഹാവ്രതം അനുഷ്ഠിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ക്ലീബനല്ല. എന്റെ വ്രതം ഇപ്പൊ കഴിഞ്ഞു. ഇതാണ് വാസ്തവം എന്നങ്ങ് അർജുനൻ പറഞ്ഞു. എന്നാലും ഉത്തരൻ അങ്ങോട്ട് സംശയമൊന്നും തീരുന്നില്ല. ആകെപ്പാടെ ഉത്തരൻ ഒരു കൺഫ്യൂസ്ഡ് ആണ്. എന്താ ഈ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അർജുനൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ മറുഭാഗത്ത് ഭീഷ്മൻ, ദ്രോണൻ, മഹാരഥന്മാരൊക്കെ നയിക്കുന്ന വലിയ വലിയ സൈന്യങ്ങൾ. എങ്ങനെയാണ് ഈ പാർത്ഥന് യുദ്ധത്തിൽ ജയം കിട്ടുമോ? കിട്ടില്ലേ? അർജുനനെ കൊണ്ട് ഇത്രയും കടല് പോലെയുള്ള ഈ സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിയോ? ആർക്കും തോന്നുന്ന സ്വാഭാവികമായ സംശയം. കാരണം മഹാരഥന്മാരായിരിക്കുന്ന തേരാളികളാണ്, സൈന്യന്മാരാണ് അർജുനന്റെ ഓപ്പോസിറ്റ്, എതിർഭാഗത്ത് നിൽക്കുന്നത്. അർജുനൻ പറഞ്ഞു, നല്ല ധൈര്യത്തോടു കൂടി അർജുനൻ പറഞ്ഞു, എടോ ഉത്തര, ഒട്ടും ഭയമോ സംശയമോ വേണ്ടടോ. ഘോഷയാത്രയിൽ ശക്തരായ ഗന്ധർവന്മാർ എതിർത്തപ്പോൾ ആരാണ് എന്നെ സഹായിച്ചത്? ഗാണ്ഡവദാഹത്തിൽ ദേവന്മാർ പോലും ദൈത്യന്മാർ പോലും ചേർന്ന് ഭീഷണമായിരിക്കുന്ന ആ യുദ്ധം ചെയ്തപ്പോൾ എനിക്ക് ആരായിരുന്നു സഹായി? നിവാതകജന്മാരോടും ശക്തരായ പൗലമരന്മാരോടും ഇന്ദ്രന് വേണ്ടി ഞാൻ പോരാടിയപ്പോ ആരായിരുന്നു എനിക്ക് സഹായി? ദ്രൗപദി സ്വയംവരത്തിൽ രാജാക്കന്മാരെല്ലാം എതിർത്ത് നിന്നപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലേ എതിർത്തത്? ഇപ്പോൾ ഈ കൗരവന്മാരോട് എതിർക്കാൻ ഞാൻ മതിയാകില്ലെന്നാണോ ഉത്തര നീ ചിന്തിക്കുന്നത്? അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട ഉത്തര. അങ്ങനെ വിരാട് പുത്രനെ സമാധാനിപ്പിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ഉത്തരനെ സമാധാനിപ്പിച്ചുകൊണ്ട് തേരും കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പുറപ്പെട്ടപ്പോ തേരിലെ സിംഹധ്വജം അഴിച്ചു മാറ്റി. അർജുനൻ പറഞ്ഞു, നിങ്ങളുടെ തേരല്ലേ ഇത്, അതിലെ സിംഹധ്വജം അങ്ങ് അഴിച്ചു മാറ്റാൻ പറഞ്ഞു. മുദ്രയുണ്ടാവും. അർജുനൻ എന്ത് ചെയ്തു എന്നറിയോ? സിംഹത്തിന്റെ ധ്വജം അങ്ങ് അഴിച്ചു മാറ്റൂ. എന്റെ സ്വന്തം ജയമായിരിക്കുന്ന, സ്വന്തം മുദ്രയായിരിക്കുന്ന വാനരക്കൊടി അങ്ങോട്ട് നാട്ടാൻ പറഞ്ഞു. ആരെയാണ്? ശ്രീമാൻ ഹനുമാനെ അങ്ങ് നാട്ടിയ അർജുനൻ. എന്നിട്ടോ ഹനുമാനെ അങ്ങ് ആവാഹിച്ചിരുത്തി. രാമ രാമ എന്ന മന്ത്രത്തിൽ ഹനുമാൻ കുടികൊള്ളുന്നുണ്ട്. ഹനുമാനെ അങ്ങ് ആവാഹിച്ചിരുത്തി യുദ്ധാരംഭത്തിന്റെ സൂചനയായിട്ട് അർജുനൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? എന്റെ മൊബൈൽ എവിടെ ബിന്ദുമ്മേ? വിളിക്കുന്ന ഫോൺ. ഇതൊന്നുമായിട്ട് ഉത്തരന് സമാധാനം കിട്ടുന്നില്ല. ഉത്തരൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്. എന്താ നടക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഉത്തരൻ ആകെപ്പാടെ ഇങ്ങനെ വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഉത്തരൻ എത്തുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഉത്തരൻ അറിയില്ല. കാരണം കടല് പോലെയാണ് കൗരവരുടെ ആ ഒരു സംഘം നിൽക്കുന്നത്. എന്തും സംഭവിക്കും ഏത് സമയവും. പക്ഷെ എങ്ങനെ അർജുനനെ കൊണ്ട് ഒറ്റയ്ക്ക് പോരാടാൻ സാധിക്കും? ഇതാണ് ഉത്തരന്റെ വിഷമം മുഴുവൻ.
എങ്ങനെ, എന്ത് ചെയ്യും, ആരെ വിളിക്കും സഹായത്തിന്? കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് ഗംഭീരമായിരിക്കുന്ന ആൾക്കാരാണ്. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രയും വലിയ മഹാരഥന്മാരാണ് നിൽക്കുന്നത്. ഉത്തരൻ എല്ലാം കൂടെ ഒരു ടെൻഷൻ വരാൻ തുടങ്ങി. ഉത്തരൻ പറഞ്ഞു, ദയവായി അർജുന, നമുക്ക് തിരിച്ചു പോവാം, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അർജുനൻ പറഞ്ഞു, ഉത്തരാ, നിന്റെ മുദ്രയല്ല ഈ തേരിലുള്ളത്, എന്റെ വിജയക്കൊടിയാണ് പാറുന്നത്. സാക്ഷാൽ ഹനുമാനെയാണ് ഞാൻ ആവാഹിച്ചിരുത്തിയിരിക്കുന്നത്. ആ ഹനുമാൻ എന്നെ ഒരിക്കലും തോൽപ്പിക്കില്ല. വിടാൻ പറഞ്ഞു. ഉടനെ യുദ്ധം അങ്ങ് തുടങ്ങുന്നു എന്നുള്ള അതിന്റെ ഒരു യുദ്ധാരംഭത്തിന്റെ സൂചനയായിട്ട് 4 ദിക്കുകൾ മുഴങ്ങുമാറ് അർജുനന്റെ ശംഖെടുത്ത് അങ്ങ് ഊതി. ദേ വരുന്നു വില്ലാളി വീരനായിരിക്കുന്ന, വിജയനായിരിക്കുന്ന, അജയ്യനായിരിക്കുന്ന അർജുനൻ. അർജുനന്റെ തേരിൽ പാറിക്കളിക്കുന്നത് ആവാഹിച്ചിരുത്തിയ ഹനുമാനും. അർജുനൻ യുദ്ധം തുടങ്ങി. വില്ലാളി വീരനായിരിക്കുന്ന അർജുനൻ ശംഖൂതി, ഞാൻ വരുന്നു കൗരവന്മാരെ എന്നങ്ങ് കാണിച്ചു. പർവ്വതങ്ങളെല്ലാം പിളരുന്ന പോലെ ആ ശബ്ദം കേട്ട് ശത്രുക്കളങ്ങ് നടുങ്ങി വിറച്ചു. ഉത്തരൻ വീണ്ടും പേടിച്ചു. അർജുനൻ പറഞ്ഞു, ഉത്തര, ഈ സമയത്ത് നീ ഇങ്ങനെ വിഷമിക്കരുത്, നീ ധൈര്യമായിരിക്കും ഉത്തര എന്ന് പറഞ്ഞ സമയം കൗരവ പക്ഷത്ത് പല വിധത്തിലുള്ള ദുശകുനങ്ങളും കണ്ടു തുടങ്ങി. ആദ്യം തന്നെ ദ്രോണൻ ദുര്യോധനനോട് പറഞ്ഞു, എതിർവശത്ത് തേരിൽ വരുന്നത് അർജുനനാണ്, ആ ശംഖൊലി കേട്ടാൽ അറിയാം അത് അർജുനനാണെന്ന്. തീർച്ചയാണ് അത് അർജുനൻ തന്നെ. വാനര കൊടിയും ആ ശംഖനാദവും അത് മറ്റാർക്കുമില്ല ദ്രോണരെ, ഇത് അർജുനൻ തന്നെ. നമ്മുടെ പക്ഷത്ത് പല വിധത്തിലുള്ള ദുശകുനങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് പാർത്ഥ ബാണം കൊണ്ട് ഉഴറുന്ന സൈന്യത്തെ കണ്ട് നീ ദുഃഖിക്കാൻ പോവാണ്. പാർത്ഥനാണ് വരുന്നത്. നമ്മുടെ സൈന്യം അർജുനന്റെ ശംഖധ്വനി കേട്ട് പേടിച്ചു നിൽക്കുകയാണ്. പശുക്കളെ വിട്ട് അസ്ത്രം കയ്യിലെടുത്ത് വ്യൂഹം കെട്ടി നിൽക്കുകയാണ് ഇപ്പോ വേണ്ടത്. ഇനി പശുക്കളെ ഒന്നും നോക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ സൈന്യങ്ങളെ തയ്യാറാക്കണം. വരുന്നത് അർജുനനാണ്. വില്ലാളി വീരനായിരിക്കുന്ന, അജയ്യനായിരിക്കുന്ന അർജുനൻ ഹനുമാന്റെ കൊടിയും നാട്ടിക്കൊണ്ട് തേരോടിച്ചുകൊണ്ട് ശംഖൊലിയോടുകൂടി വരികയാണ്. ഇനി ഒന്നും പറയാനില്ല, മഹായുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ദുര്യോധനൻ ഉടനെ നല്ല ദൃഢനിശ്ചയത്തോടു കൂടി പറഞ്ഞു, പാണ്ഡവന്മാർ 12 വർഷം വനവാസം അനുഷ്ഠിക്കണം, പിന്നീട് 1 വർഷം അജ്ഞാതവാസം. അത് കഴിയുന്നത് മുൻപേ അർജുനൻ യുദ്ധത്തിന് വന്നെങ്കിൽ അത് നന്നായിരിക്കുന്നു. ആരാ പറയുന്നത്? ദുര്യോധനൻ പറയാണ്. ഇനിയും ആ കാലം കഴിഞ്ഞിട്ടില്ല, അജ്ഞാതവാസത്തിന്റെ കാലം ഇനിയും കഴിഞ്ഞിട്ടില്ല. നാം ത്രികർത്തന്മാർക്ക് വേണ്ടി മത്സ്യരാജാവിനോട് പൊരുതാൻ വന്നതാണ്. നമ്മൾ അർജുനനോടല്ല പൊരുതാൻ വന്നത്, മത്സ്യരാജാവിനോടാണ് പൊരുതാൻ വന്നത്. നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച പോലെ അഷ്ടമി ദിവസം തന്നെ നമ്മൾ ഈ പശുക്കളെയെല്ലാം ഇവിടുന്ന് അഴിച്ചു മാറ്റി. അതിനു മുൻപ് ത്രികർത്തന്മാര് ഗോക്കളെ ഹരിച്ചു. മത്സ്യരാജാവ് അവരോട് യുദ്ധം ചെയ്തു. ആര് ജയിച്ചു, ആര് തോറ്റു, ഇതെല്ലാം നമുക്കറിയാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ദുര്യോധനൻ പറയാണ്, നമ്മൾ വരുന്നതിന് മുൻപേ അവര് പശുക്കളെ ത്രികർത്തന്മാരെടുത്തോണ്ട് പോയോ? അവിടെ യുദ്ധം നടന്നോ? ആരാണ് ആ യുദ്ധത്തിൽ ജയിച്ചത്, ആരാണ് തോറ്റത്, ഇതൊന്നും നമുക്കറിഞ്ഞൂടാ. നമ്മൾ ഏറ്റെടുത്ത ജോലി നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ യുദ്ധത്തിന് വന്നിരിക്കുന്നത് മത്സ്യരാജാവാണോ പാർത്ഥനാണോ, ഇതൊന്നും നമ്മൾ നോക്കണ്ട.
ആചാര്യൻ എപ്പോഴും അർജുനനെ പുകഴ്ത്തി പറയുന്നതിലാണ് താല്പര്യം. എന്താ പറയുന്നത്? ദ്രോണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അർജുനനെ ഇങ്ങനെ പുകഴ്ത്തി പറയണം. മഹാരഥന്മാരായിരിക്കുന്ന ഭീഷ്മരും കൃപരും കർണനും അശ്വത്ഥാമാവും ഒക്കെ ഉള്ളപ്പോ നാം യുദ്ധം ചെയ്യാതെ പശുക്കളെയൊക്കെ വഴിയിലിട്ടിട്ട് മടങ്ങി പോകുന്നാണോ കരുതിയിരിക്കുന്നത്? പാണ്ഡവന്മാരുടെ ശ്രേയസില് വലിയ സന്തോഷം കൊള്ളുന്ന ആൾക്കാരൊന്നല്ല നമ്മള്. ആചാര്യൻ കാണിക്കുന്നത് എന്ത്? അയാൾ അവിടെ എന്തേലും കാണിക്കട്ടെ. ശത്രുക്കളുടെ ഗുണത്തെ പുകഴ്ത്തുക എന്നുള്ളത് പണ്ഡിതന്മാർ ചെയ്യുന്നെങ്കില് അവരെ പിന്നോട്ട് തള്ളിവിടാൻ നമ്മൾ മടിക്കരുത്. നമ്മുടെ ശത്രുക്കളാണ് ഈ പണ്ഡിതന്മാര്. എന്നിട്ട് നമ്മുടെ ശത്രുഭാഗത്തെ തന്നെ ഈ പണ്ഡിതന്മാര് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവര് ശത്രുക്കൾ തന്നെ. അവരെ നമ്മൾ പിന്നോട്ട് തള്ളണം. അജയ്യന്മാരായിരിക്കുന്ന പലരെയും നമ്മൾ സൈന്യത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പാർത്ഥനോ മത്സ്യരാജാവോ അത് നമ്മൾ നോക്കണ്ട, യുദ്ധം തുടങ്ങുക തന്നെ എന്ന് പറഞ്ഞു. ഗോക്കളെ എല്ലാം സംരക്ഷിക്കാൻ ആളുകളെ നിർത്തിയിട്ട് സൈന്യവ്യൂഹവും ചമച്ച് നമ്മൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യണം. നമ്മൾ അഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാ ഗോക്കളെയും പരിപാലിക്കാൻ നമ്മൾ സൈന്യങ്ങളെ നിയന്ത്രിക്കണം. സൈന്യങ്ങൾ അവിടെ നമ്മൾ വെക്കണം. ബാക്കി യുദ്ധം നമ്മൾ അങ്ങോട്ട് ചെയ്യണം. മടിക്കരുത്, അതിന് തയ്യാറാവൂ എന്ന് നല്ല ധൈര്യത്തോടു കൂടി ദുര്യോധനൻ അങ്ങ് പറഞ്ഞു. കർണൻ ദുര്യോധനെ അങ്ങ് സന്തോഷിപ്പിച്ചു. എന്നിട്ട് കർണൻ പറയാണ്, നിങ്ങളെല്ലാം ഭയപ്പെട്ട പോലെ തോന്നുന്നുണ്ടല്ലോ. എന്തിനാണ് പേടിക്കുന്നത്? ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് മത്സ്യരാജാവായാലും ശരി, പാർത്ഥനായാലും ശരി, അവനോട് യുദ്ധം ചെയ്യാം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മാത്രമല്ല, പാർത്ഥനാണ് വന്നതെങ്കിൽ ഞാൻ ഇന്ന് അവനെ യുദ്ധത്തിൽ വെച്ച് കൊന്ന് ദുര്യോധനനോടുള്ള കടപ്പാട് ഞാൻ വീട്ടും. ആരാ പറയുന്നത്? കർണൻ. അവന്റെ കൊടിമരത്തിൽ വാഴുന്ന വാനരനും അവനും ഒരുപോലെ താഴെ വീഴുന്നത് നിങ്ങൾക്കൊക്കെ കാണാം. നല്ല ജ്വലിക്കുന്ന വാക്കുകളായിരുന്നു കർണന്റേത്. പാർത്ഥനാണ് ഇന്ന് ആ തേരിൽ കയറി വരുന്നതെങ്കിൽ, ഹേ പാർത്ഥ, നിന്നെയും നിന്റെ കൊടിച്ചിഹ്നമായിരിക്കുന്ന വാനരനെയും ഞാൻ ഇന്ന് തട്ടിക്കളയും. കർണൻ പറയാണ്. ദുര്യോധനന് ഒരുപാട് നാളായിട്ടുള്ള ശല്യമാണ് ഈ അർജുനൻ. അവൻ ഇന്ന് വീഴുന്നതോടു കൂടി ദുര്യോധനന് എന്നേക്കുമുള്ള ജയം സുനിശ്ചിതമാണ്. നിങ്ങളെല്ലാവരും ഒരു ഭാഗത്ത് എന്റെ യുദ്ധ സാമർത്ഥ്യം നന്നായിട്ട് നോക്കിക്കാണും. ആരാ പറയുന്ന? കർണൻ പറയാണ്, നിങ്ങളെല്ലാവരും ഒരു ഭാഗത്ത് എന്റെ യുദ്ധ സാമർത്ഥ്യം അങ്ങ് കാണും. അർജുനനൊന്നും എനിക്കൊരു വിഷയമല്ല. ഗത്യന്തരമില്ലാതെ അർജുനൻ ഓടി വരുമ്പോ നിങ്ങൾ ആരും അവന് അഭയം കൊടുക്കരുത്. പേടിച്ചവൻ നിങ്ങളുടെ അടുത്ത് വരും, പക്ഷെ നിങ്ങൾ അഭയം കൊടുക്കരുത്. അവനെ ഞാൻ ഇന്ന് യുദ്ധക്കളത്തിലിട്ട് തീർക്കും. കർണൻ പറയാ. അത് കേട്ടപ്പോ നമ്മുടെ കൃപൻ പറഞ്ഞു, അല്ലയോ കർണ, നീ എന്ത് സാഹസമാണ് ഈ പറയുന്നത്? നീ ഒറ്റയ്ക്ക് അർജുനനോട് എതിർത്താൽ അതിന്റെ ഫലം എന്താണെന്ന് നീ ആലോചിക്കുന്നുണ്ടോ? പാർത്ഥന്റെ യുദ്ധ സാമർത്ഥ്യത്തെ പറ്റി കർണ നീ മറന്നുപോയോ? കൃപൻ ചോദിച്ചു. കൃഷ്ണനെ പോലും കൂട്ടാക്കാതെ സുഭദ്രയെ തേരിലേറ്റിപ്പോയവനാണ് അർജുനൻ. സാക്ഷാൽ കൃഷ്ണനെ പോലും കൂട്ടാക്കിയിട്ടില്ല. അവൻ വന്നു സുഭദ്രയെ തേരിലേറ്റി പൊടി പറപ്പിച്ചവൻ തേരുമെടുത്തു പോയി. അവനാണ് അർജുനൻ. മായാ കിരാതമൂർത്തിയോട് ഏറ്റുമുട്ടിയിട്ട് പാശുപതാസ്ത്രം സ്വന്തമാക്കിയവനാണ് അർജുനൻ. ഈ കാട്ടിൽ വെച്ച് അപഹരിക്കപ്പെട്ട പാഞ്ചാലിയെ ഒറ്റയ്ക്ക് വീണ്ടെടുത്തവനാണ് അർജുനൻ. ഘോഷയാത്ര സമയത്ത് ഉണ്ടായത് എന്താണെന്ന് നീ മറന്നു പോയോ? കാരണം നിനക്ക് ഓർമ്മയില്ലേ ഇതൊന്നും? 5 വർഷം അവൻ ഇന്ദ്രന്റെ അടുത്ത് പോയിട്ട് അസ്ത്രശസ്ത്ര വിദ്യകളെല്ലാം പഠിച്ചിട്ടുണ്ട്. ശക്തന്മാരായിരിക്കുന്ന കാലകേയന്മാരെയും നിവാത കവചന്മാരെയൊക്കെ ഒറ്റയ്ക്ക് അവൻ കൊന്നുകളഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? കാരണം കൃപൻ ചോദിക്കാണ് ഇതൊക്കെ. അങ്ങനെയുള്ള അർജുനനോടാണോ നീ ഒറ്റയ്ക്ക് എതിർക്കാൻ പോകുന്നത്? അർജുനനോട് എതിർക്കാൻ തക്കമുള്ള വണ്ണം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ശക്തി നീ ഇതുവരെ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ കർണ? അങ്ങനെയുള്ള എന്തെങ്കിലും ശക്തി, സാഹസങ്ങൾ നീ കാണിച്ചിട്ടുണ്ടോ? ഇനി ഈ മേനി പറച്ചിലൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ട പൊന്ന് കർണ. ഒറ്റയ്ക്ക് ആപത്തിൽ ചെന്ന് ചാടിയിട്ട് നീ സ്വയം നശിക്കാനുള്ള ഒരു വഴി കണ്ടെത്തണ്ട.
13 വർഷം വഞ്ചനകളെല്ലാം സഹിച്ച അവൻ പാഞ്ഞു വരുന്ന ഒരു സിംഹത്തെ പോലെ വരുമ്പോ നമ്മൾ എതിർത്താൽ നമ്മൾ ആരുണ്ടാവില്ല. കർണ, നിന്റെ ഈ മേനി പറച്ചിലൊക്കെ നിർത്തിയേക്ക്. 13 വർഷമാണ് പാണ്ഡവന്മാർ പാഞ്ചാലിയെയും കൊണ്ട് വനവാസത്തിന് പോയത്. അതിന്റെ കാരണക്കാരിൽ ഒരാൾ നീയും കൂടെയാണ് കർണ. നീ മറക്കണ്ട. സടകുടഞ്ഞെഴുന്നേറ്റ് വരുന്ന ധീര വീര ശൂര പരാക്രമിയാണ് അർജുനൻ. അവനെ നീ എതിർക്കാൻ നോക്കണ്ട, അതും ഒറ്റയ്ക്ക്. അതുകൊണ്ട് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. അർജുനനോട് നമ്മളെല്ലാവരും ഒന്നിച്ചെതിർക്കണം. വ്യൂഹം കെട്ടിയ സൈന്യവും യുദ്ധസന്നദ്ധരായിരിക്കുന്ന വില്ലാളികളും നമ്മളെല്ലാവരും ഒന്നിച്ചു പോരാടുകയാണെങ്കിൽ അത് പിന്നെയും ഒരു ശക്തിയുള്ള കാര്യമായിരിക്കും. നീ ഒറ്റയ്ക്ക് ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട എന്റെ പൊന്ന് കർണ എന്ന് നമ്മുടെ കൃപൻ പറഞ്ഞു. കർണന്റെ ഈ ഒരു വർത്താനങ്ങളൊക്കെ കേട്ടപ്പം അശ്വത്ഥാമാവിന് അങ്ങ് ഭയങ്കര ദേഷ്യം. നാം പശുക്കളെ പിടിച്ചിട്ട് അതിർത്തിയൊന്നും കടന്നിട്ടില്ല, ഹസ്തിനപുരത്തിൽ നമ്മൾ എത്തിയിട്ടുമില്ല. എന്നിട്ടും കർണ, നീ എന്തിനാ ഈ മേനി പറയുന്നത്? നിന്നെ കൊണ്ട് എന്ത് നടക്കാൻ? വരുന്നത് അർജുനനാണ്. ആ ബോധം നിനക്ക് വേണം. നമ്മുടെ അശ്വത്ഥാമാവ് പറയാണ്, ശരിക്ക് ശൂരന്മാരും വീരന്മാരുമായുള്ളവര് ഒരിക്കലും ആത്മപ്രശംസ പറയില്ല. അതാദ്യം നീ മനസ്സിലാക്ക. നല്ല ശക്തിയും തന്റേടോ ഉള്ള ഒരു പുരുഷൻ അവൻ ഇതുപോലെ വീര പരാക്രമങ്ങളൊന്നും പറയില്ല. ഗുരുനിന്ദ ചെയ്യുന്നവർക്ക് ശ്രേയസ് ഉണ്ടാകുമെന്ന് ഏതെങ്കിലും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നീ ചെയ്ത ഈ ഗുരുനിന്ദ ഞാൻ അതൊരിക്കലും ക്ഷമിക്കില്ല. മഹാത്മാക്കൾക്ക് ശിഷ്യന്മാരും പുത്രന്മാരും ഒക്കെ ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആചാര്യൻ പാർത്ഥനെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിലെന്താ തെറ്റ്? ആചാര്യനായിരിക്കുന്ന പാർത്ഥനെ സ്നേഹിക്കുന്നതിൽ എന്താ കുഴപ്പം? എന്താ തെറ്റ്? കള്ള ചൂതുകളി കളിച്ച് രാജ്യം തട്ടിയെടുത്ത ആൾക്കാരല്ലേ നിങ്ങള്? കൗരവന്മാരായിരിക്കുന്ന നിങ്ങള് ധർമ്മത്തിന്റെ പാതയിലാണോ പാർത്ഥനെ പാണ്ഡവന്മാരെ തോൽപ്പിച്ചിരിക്കുന്നത്? അല്ല. കളവും വഞ്ചനയും കൊണ്ട് പൈസ മുഴുവൻ നേടിയെടുത്ത് യോഗ്യരായി തെളിഞ്ഞു നടക്കാൻ നാണോ ഇല്ലേ നിനക്ക്? അശ്വത്ഥാമാവിന്റെ ദേഷ്യമാണ് ഇതൊക്കെ. നീ എന്നെങ്കിലും പാണ്ഡവന്മാരിൽ ആരെയെങ്കിലും നീ ജയിച്ചിട്ടുണ്ടോ? ആലോചിക്കുക. ഏതെങ്കിലും യുദ്ധം നീ നടത്തിയതിന്റെ, യുദ്ധം ചെയ്തതിന്റെ ഒരു അനുഭവം നിനക്കുണ്ടോ? എന്നിട്ടിപ്പൊ വിജയത്തെ പറ്റി പറയുന്നു. ഋതുവായ ഒരു പെണ്ണിനെ, പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഒറ്റ വസ്ത്രവുമായിട്ട് സഭയിലേക്ക് അങ്ങ് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് അപമാനിച്ച നീചന്മാരല്ലേ നിങ്ങളെല്ലാവരും? അന്നേ നിങ്ങൾ ധർമ്മത്തിന്റെ മുരടില് കോടാലി വെച്ചു എന്നുള്ള കാര്യം സത്യമാണ്. നിങ്ങൾ അന്നേ ധർമ്മം നശിപ്പിച്ചു. അന്നേ വിതുരൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പാഞ്ചാലിയുടെ ഈ അപമാനം ഒരിക്കലും പാണ്ഡവന്മാർ ക്ഷമിക്കില്ല എന്നുള്ളത്. അവര് സമയം വരുമ്പോ പ്രതികരിക്കുമെന്നുള്ളത്. അതോർത്തുകൊണ്ടാണ് വില്ലാളി വീരനായിരിക്കുന്ന അർജുനൻ ഇപ്പൊ പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ധാർത്തരാഷ്ട്രരുടെ ക്ഷയം അതടുത്തിരിക്കുന്നു. കൗരവന്മാരുടെ കഥ അത് അർജുനൻ കഴിക്കും. അർജുനൻ ഇനി നിങ്ങളെ ഒന്നും വെച്ചേക്കില്ല, അത് ഉറപ്പാ. കാലം കാത്തിരുന്ന ഒരു സിംഹത്തെ പോലെയാണ് അവൻ വരുന്നത്. അവൻ നിങ്ങളെ വെച്ചു പൊറുപ്പിക്കില്ല. അവന്റെ ആ ഒരു യുദ്ധത്തിന്റെ ആ ഒരു വൈദഗ്ധ്യത്തെ കുറിച്ച് നിങ്ങൾക്കൊന്നും ഒരു ബോധവും ഇല്ല. ദേവന്മാരോടും അസുരന്മാരോടും മനുഷ്യരോടും ഒക്കെ പൊരുതാൻ കഴിവുള്ള ആയുധത്തെക്കുറിച്ചുള്ള അറിവും അസ്ത്രശക്തിയും ഒക്കെ നമ്മുടെ അർജുനനുണ്ട്. ദ്രോണന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് പാർത്ഥൻ. ചൂതാട്ടം നടത്തിയ പോലും, ഇന്ദ്രപ്രസ്ഥം നേടിയ പോലും, ദ്രൗപതിയെ സഭയിൽ കയറ്റിയ മട്ടിലൊന്നും പാർത്ഥനുമായിട്ട് ധീരം പോരാട്. ഇതൊക്കെ ചെയ്ത ആൾക്കാരല്ലേ നിങ്ങള്? പാർത്ഥനോടങ്ങ് പോരാട്. അതിനെ സഹായിക്കാൻ യോഗ്യനായ ഒരു അമ്മാവൻ നിങ്ങൾക്കുണ്ടല്ലോ, ശകുനി. ധർമ്മവിചക്ഷണനായിരിക്കുന്ന ശകുനി. എല്ലാത്തിലും കള്ളത്തരം മാത്രം. സത്യത്തിന്റെ പാതയിൽ പോയിട്ട് ഇന്ന് വരെ ഒന്നും ജയിക്കാത്ത ഒരു അമ്മാവൻ. നിങ്ങൾ എല്ലാരും കൂടി നേരെ പാർത്ഥന്റെ മുമ്പിലേക്ക് അങ്ങ് ചെല്ല്. അപ്പൊ കാണാം നിങ്ങൾക്ക് അവനോട് എന്താ കിട്ടുന്നത് എന്ന്.
ഞാനാ ധനഞ്ജയനോട് യുദ്ധം ചെയ്യാൻ ഞാനില്ല. ആര് പറയുന്നു? അശ്വത്ഥാമാവ് പറയുന്നു. ശകുനി മാമൻ അതന്നെ. അശ്വത്ഥാമാവ് പറഞ്ഞു, ഞാൻ എന്തായാലും ധനഞ്ജയനോട് യുദ്ധം ചെയ്യാൻ ഞാൻ വരില്ല. മനസ്സിലായില്ലേ? പശുക്കളെ തേടി വരുന്ന മത്സ്യരാജാവിനോട് വേണമെങ്കിൽ ഞാൻ പൊരുതാം, പക്ഷേ ധനഞ്ജയനോട് യുദ്ധം ചെയ്യാൻ ഞാൻ വരില്ല, എന്നെ വിട്ടേക്ക്. അശ്വത്ഥാമാവ് പറയുന്നതെല്ലാം കൂടെ കേട്ടപ്പോ ഭീഷ്മര് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അശ്വത്ഥാമാവ് പറയുന്ന ശരിയായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൃപൻ കാണുന്നത് നല്ല ഒരു കാര്യം തന്നെ. കർണൻ ശാസ്ത്രധർമ്മത്തിന്റെ പ്രഭാവത്താൽ ആ ഒരു ക്ഷത്രിയ സ്പിരിറ്റ് കൊണ്ടൊക്കെയാണ് കർണൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ആചാര്യനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. രാജാവിന്റെ, അതായത് ദുര്യോധനന്റെ മനസ്സൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് കർണൻ ഇതൊക്കെ പറഞ്ഞത്. എന്തായാലും ഗുരുപുത്രൻ അങ്ങ് ക്ഷമിക്കൂ, പോട്ടെ, സാരമില്ല, വിട്ടേക്കൂ. അന്യോന്യം വിരോധമുള്ള ഒരു കാലമല്ലേ ഇതൊക്കെ. എല്ലാവരും, സത്യാമേ, അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമുള്ള ഒരു കാലല്ലേ. അർജുനൻ എതിർത്ത് വരുന്ന സന്ദർഭത്തില് രാജാവിന്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ എല്ലാവരും ഉണ്ടാവണം. ദുര്യോധനന്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ എല്ലാവരും നിൽക്കണം. ദേഷ്യമൊന്നും വേണ്ട. ദേഷ്യവും അഹങ്കാരവും ഒക്കെ നാശത്തിന് കാരണമായി തീരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴിക്ക് അതങ്ങ് ഒതുക്കാം എന്നാരാ പറയുന്നത്? ഭീഷ്മർ. കാരണം ഇവരൊക്കെ കുറച്ച് പക്വതയോടുകൂടി ഈ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ആൾക്കാരാണ്. ദുര്യോധനൻ അപ്പൊ എന്ത് ചെയ്ത്? കർണന് വേണ്ടി ക്ഷമ ചോദിച്ചു. കർണൻ ഈ ഒരു ധീരസാഹസികമായി പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് ആചാര്യനെയും ആചാര്യന്റെ പുത്രനെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചു. എന്നിട്ട് ദ്രോണം പറഞ്ഞു, ഭീഷ്മര് പറഞ്ഞ വാക്ക് കേട്ടപ്പം എനിക്ക് സമാധാനമായി. അർജുനനാണ് വരുന്നതെങ്കിൽ ഗോധനം കിട്ടാതെ അവൻ മടങ്ങിപ്പോവില്ല. അർജുനൻ ഈ മണ്ണിൽ കാലുകുത്തിയോ ഗോക്കളെ കിട്ടാതെ അർജുനൻ മടങ്ങില്ല. ഉറപ്പാണ്, അർജുനൻ മടങ്ങില്ല. പാണ്ഡവരുടെ അജ്ഞാതവാസം കഴിഞ്ഞോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യുദ്ധം എങ്ങനെ ഇല്ലാതാക്കാം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യുദ്ധത്തിന് തയ്യാറായാൽ കൗരവരുടെ സർവനാശമാണ്. ദുര്യോധനൻ പറഞ്ഞു, ഞാൻ എന്തായാലും പാണ്ഡവന്മാർക്ക് രാജ്യം വിട്ടുകൊടുക്കില്ല, അതുറപ്പാണ്. യുദ്ധത്തിന് വേണ്ടതൊക്കെ ചെയ്തോളൂ. പാണ്ഡവന്മാരുടെ വനവാസം കഴിഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, രാജ്യം ഞാൻ വിട്ടുകൊടുക്കില്ല. ഭീഷ്മർ എന്ത് ചെയ്തു? പകുതി സൈന്യത്തെയും പകുതി പശുക്കളെയും കൂടി ദുര്യോധനനും കൂടി നഗരത്തിലേക്ക് അങ്ങ് അയച്ചു. ബാക്കി പകുതി സൈന്യം ഭീഷ്മർ, ദ്രോണർ, കർണൻ, അശ്വത്ഥാമാവ്, കൃപൻ ഇവരെല്ലാരും കൂടെ ചേർന്ന് യുദ്ധത്തിന് അങ്ങ് റെഡിയായി നിൽക്കുകയാണ്. നടുക്ക് ദ്രോണൻ, ഇടത് ഭാഗത്ത് അശ്വത്ഥാമാവ്, വലത് ഭാഗത്ത് കൃപൻ, മുമ്പില് കവചമൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ കർണൻ, പിന്നില് ഭീഷ്മൻ. ഇങ്ങനെയാണ് വരുന്ന അർജുനനെയും കാത്തുകൊണ്ട് നിൽക്കുന്നത്. എല്ലാവരും നല്ല അമ്പൊക്കെ പിടിച്ചിങ്ങനെ അസ്ത്രശസ്ത്ര വിദ്യകളിലൊക്കെ പേരുകേട്ട ആൾക്കാരാണ്. എല്ലാവരും ഇങ്ങനെ നെഞ്ചു വിരിച്ചിങ്ങനെ നിൽക്കാണ്, വാടാ പാർത്താന്നുള്ള ഭാവത്തില്. ഇങ്ങനെ സൈന്യങ്ങൾ നിൽക്കുമ്പോ നടുക്ക് നിൽക്കുന്നത് ആരാ? ദ്രോണനാണ്. ഇടത് ഭാഗത്ത് നിൽക്കുന്നത് അശ്വത്ഥാമാവ്, വലത് ഭാഗത്ത് നിൽക്കുന്നത് കൃപൻ, മുമ്പില് കർണൻ ഇങ്ങനെ കവചമൊക്കെ ധരിച്ച് നിൽക്കുകയാണ്, പിന്നില് ഭീഷ്മരും നിൽക്കുന്നുണ്ട്. ഇതുപോലെയാണ് വ്യൂഹത്തിന്റെ നില. എതിർഭാഗത്ത് നിന്ന് പൊടി പറപ്പിച്ചുകൊണ്ട് വരികയാണ് അർജുനൻ. എന്താ നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അർജുനൻ അങ്ങോട്ട് രഥഘോഷം മുഴക്കിക്കൊണ്ട് അങ്ങ് വന്നു. ഗാണ്ഡീവത്തിന്റെ ശബ്ദവും രഥധ്വജത്തിന്റെ അറ്റഭാഗമൊക്കെ കണ്ടപ്പം ദ്രോണരിങ്ങനെ നോക്കി. ഗാണ്ഡീവവും രഥവും ഇത് അർജുനൻ തന്നെ. അർജുനൻ അങ്ങ് പൊടി പറപ്പിച്ചു വരികയാണ്. നിക്കടാ, ഇത്ര കാലം 13 വർഷമാണടാ എന്നുള്ള ഭാവത്തില് അർജുനന്റെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ തീയാണ് വരുന്നത്. ആ ഭാവത്തോടു കൂടി അർജുനൻ വരികയാണ്. എഴുന്നേറ്റ് നിൽക്കുകയാണ് രഥത്തില്. രഥമോടിച്ച് അർജുനൻ അങ്ങനെ വരികയാണ്. ഇന്ന് കൗരവരുടെ കഥ കഴിയും. ദ്രോണം പറഞ്ഞു,
ഇത് അർജുനൻ തന്നെ, ഒരു സംശയവും ഇല്ല. 2 അമ്പുകള് ദ്രോണരുടെ പാദത്തിലേക്ക് അങ്ങോട്ട് അയച്ചു. അർജുനൻ എടുത്ത് 2 അമ്പുകൾ എടുത്തിട്ട് ദ്രോണരുടെ കാലിലേക്ക് അങ്ങോട്ട് 2 അമ്പുകൾ അയച്ചു. എന്നിട്ടോ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അർജുനൻ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് അർജുനൻ ഇങ്ങനെ നോക്കി കണ്ണുകൾ കൊണ്ട് ആരൊക്കെയാണ് വന്ന് നിൽക്കുന്നത്, യുദ്ധത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. പക്ഷെ അർജുനൻ തിരയുന്നത് മുഴുവൻ ദുര്യോധനനെ ആയിരുന്നു. അവനെവിടെ? അവനെയാണ് കിട്ടേണ്ടത്. സൈന്യത്തിന്റെ ഇടയിലൊന്നും ദുര്യോധനനെ കാണുന്നില്ല. അർജുനൻ നോക്കുകയാണ്, ദുര്യോധനൻ എവിടെ? ദുര്യോധനനെ കാണുന്നില്ല. 4 പാടും അർജുനൻ ഇങ്ങനെ വീക്ഷിച്ചു. എവിടെ ദുര്യോധനൻ? കാണുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ ദൂരത്ത് പശുക്കളെയും കൊണ്ടുപോകുന്ന കൗരവ ശ്രേഷ്ഠനെ അർജുനന്റെ കണ്ണിൽപ്പെട്ടു. ഉടനെ തേരോടിക്കുന്ന സാരഥിയായ ഉത്തരനോട് അർജുനൻ പറഞ്ഞു, ഉത്തരാ, ആ ദിക്ക് നോക്കി തേരുവിട്, എനിക്ക് അവനെയാണ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞു. ഉത്തരൻ എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലൊക്കെ ഈ കുതിരകളെ ഒന്ന് കടിഞ്ഞാണൊക്കെ വലിച്ചു. ഉത്തരൻ കിടന്ന് വിറക്കിയാണ്. യോ, എന്താ ഈ കാണുന്നത്? പൊടിയാണ്. ഉത്തരന് ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയൊക്കെയോ കുതിരകളെയൊക്കെ അങ്ങ് 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 എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കടിഞ്ഞാൻ പിടിച്ച് നിയന്ത്രിച്ച് തേരിനെ ഉത്തരൻ ആ വഴിക്കങ്ങ് വിട്ടു. ഭീഷ്മ ദ്രോണാദികൾ അർജുനൻ ഇവരെ എല്ലാവരെയും വിട്ട്. ഭീഷ്മ ദ്രോണാദികൾ നോക്കുമ്പോ അർജുനൻ നേരെ ദ്രോണരുടെ പാദത്തിൽ 2 അമ്പ് അയച്ചിട്ട് ദ്രോണരെ ഒന്ന് വണങ്ങിയിട്ട് തല പൊക്കി തെരയുന്നത് മുഴുവൻ ദുര്യോധനനെ. പക്ഷെ ഭീഷ്മ ദ്രോണാദികൾ നോക്കുമ്പോ ഇവരടുത്തേക്കൊന്നും വരുന്നില്ല. അർജുനൻ പോകുന്നത് ദുര്യോധനൻ പോയ വഴിക്കാണ്. ഉടനെ ഭീഷ്മ ദ്രോണാദികൾ പറഞ്ഞു, ആ വഴിക്ക് സൈന്യങ്ങളെ വിടൂന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, രാജാവ് ഇവിടെ ഇല്ലെന്ന് കണ്ടിട്ടാണ് അർജുനൻ ആ വഴിക്ക് പോകുന്നത്. നമ്മളും ഉടനെ അവന്റെ പിന്നാലെ പോണം. ദേഷ്യപ്പെട്ടിരിക്കുന്ന അർജുനനോട് യുദ്ധം ചെയ്യാൻ ദുര്യോധനനെ കൊണ്ടാവില്ല. ദുര്യോധനന്റെ പിന്നാലെയാണ് അർജുനൻ പോകുന്നത്. നമ്മളൊന്നും അല്ല അർജുനന്റെ ലക്ഷ്യം. ഗോധനമോ സമ്പത്തോ ഇതൊന്നും നമുക്ക് വേണ്ട. അയ്യോ, ദുര്യോധനന്റെ പിന്നാലെ പോണ അർജുനൻ എത്രയും പെട്ടെന്ന് സൈന്യങ്ങളുമായിട്ട് ചെന്ന് പിടിക്കുക, അല്ലെങ്കിൽ ഇന്ന് ദുര്യോധനന്റെ കഥ കഴിക്കും അർജുനൻ എന്ന് പറഞ്ഞു. ഈ മഹത്തായ ആപത്തിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും? ആകെപ്പാടെ ഭീഷ്മ ദ്രോണാദികൾ ടെൻഷനായി. അർജുനന് ഇവരെ എല്ലാം അവഗണിച്ചു. അർജുനൻ പറഞ്ഞു, ഇതൊന്നും എന്റെ വിഷയമേ അല്ല, എന്റെ വിഷയം ദുര്യോധനനാണ്. ദേ പോണു അവൻ അങ്ങോട്ടേക്ക്, അവന്റെ പിന്നാലെ വിട് തേരെന്ന് ഉത്തരനോട് പറഞ്ഞു. ദുര്യോധനന്റെ അടുത്തെത്തിയിട്ട് ശരജാലങ്ങൾ അങ്ങോട്ട് വർഷിച്ചു എന്നും പറഞ്ഞിട്ട് അർജുനൻ ഓരോ അമ്പെയ്യുമ്പോഴും 1000 അമ്പുകളായിട്ട് അതങ്ങ് മാറി. അപ്രതീക്ഷിതമായിരിക്കുന്ന ബാണമഴയിൽ അസ്ത്രങ്ങൾ വരുമ്പോ ദുര്യോധനാദികൾ ആകെ അങ്ങ് പേടിച്ചു. എന്തായി വരുന്നത് എന്ന് കണ്ടുകൊണ്ട് പാർത്ഥന്റെ കൈയിന്റെ വേഗം കണ്ടിട്ട് എല്ലാവരും ഭയന്നു. പാർത്ഥന്റെ ശംഖനാദവും വില്ലുകുലയ്ക്കുമ്പോഴുള്ള ശബ്ദവും കണ്ടിട്ട് പേടിച്ച് പശുക്കളെല്ലാം കൂടെ വാലും പൊക്കി ശരീരവും അങ്ങ് കൊടഞ്ഞുകൊണ്ട് അമറിക്കൊണ്ട് പശുക്കൾ ഓടാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. അർജുനന്റെ ആ ഒരു ഗാംഭീര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഗാംഭീര്യമായിരുന്നു. അർജുനൻ എന്ത് ചെയ്തു? നേരെ പശുക്കളെ എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് അങ്ങ് തിരിച്ചു വിട്ടു. പശുക്കളെ തിരികെ കിട്ടിയത് കൊണ്ട് പാർത്ഥൻ കുറച്ച് സമാധാനമായി. പാർത്ഥൻ ഒന്ന് ശ്വാസം വിട്ടു. പാർത്ഥന്റെ ലക്ഷ്യം പശുക്കളായിരുന്നു. എന്നാൽ യുദ്ധത്തിൽ നിന്ന് പാർത്ഥൻ പിന്തിരിഞ്ഞില്ല. അപ്പോഴേക്കും കൗരവന്മാരുടെ സേന മുഴുവൻ അവിടെ അങ്ങ് ഓടിയെത്തി. അർജുനൻ നേരെ രഥത്തിൽ നിന്നിങ്ങ് ചാടിയിട്ട് കവചധാരിയായിരിക്കുന്ന കർണനുമായിട്ട് ഏറ്റുമുട്ടി. കർണനെ സഹായിക്കാൻ വന്ന സകല സൈന്യങ്ങളെയും അർജുനൻ അടിച്ചും തൊഴിച്ചും അങ്ങ് മണ്ണിലേക്ക് വീഴ്ത്തിയിട്ടു. കൊന്നുകളഞ്ഞു. അർജുനൻ ഒരു നിമിഷം കൊണ്ട് കൊന്നുകളഞ്ഞു. ദേഷ്യം വന്ന കർണൻ
മുന്നോട്ട് വന്നിട്ട് അർജുനന് നേരെ ഇഷ്ടം പോലെ ശരങ്ങൾ അങ്ങോട്ട് അയച്ചു. അതിഭീകരമായിരിക്കുന്ന കർണന്റെയും അർജുനന്റെയും യുദ്ധം കണ്ട് എല്ലാവരും പേടിച്ചു. എന്താ ഈ നടക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ച് വിസ്മിതരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഈ നടക്കുന്നത്? കർണൻ എന്തു ചെയ്തു? പാർത്ഥനെ ശരങ്ങൾ കൊണ്ടങ്ങ് മൂടി. ഇഷ്ടം പോലെ ശരങ്ങള് കർണൻ അങ്ങോട്ട് അയച്ചു. ആകെപ്പാടെ ഭയങ്കരമായിരിക്കുന്ന ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഭയങ്കര യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധം. കർണനും അർജുനനും കൂടിയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരങ്ങൾ കൊണ്ടങ്ങട് അട്ടഹാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂസലും ഇല്ലാതെ അർജുനൻ എന്ത് ചെയ്തു? ശരങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ട് കർണന്റെ തേരിനെയും കുതിരയെയും എല്ലാം അങ്ങ് നശിപ്പിച്ചു. സർവ്വതിനെയും അങ്ങ് നശിപ്പിച്ചു. വിട്ടില്ല, കർണൻ വിട്ടില്ല, കൊടുത്തു. കർണൻ അങ്ങോട്ട് കൊടുത്തു. ഗാന്ധീവത്തിൽ നിന്നും വരുന്ന ആ ശരങ്ങൾ അങ്ങ് കണ്ടപ്പോഴേക്കും എന്തു ചെയ്യണം എന്നറിയാതെ വ്രണശരീരരായിരിക്കുന്ന കർണൻ ചുട്ടുനീറ്റം സഹിക്കാതെ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയി. അർജുനന്റെ മേലെ വന്നിരിക്കുന്ന ആ ഒരു ഭയങ്കരമായിരിക്കുന്ന ആ ഒരു ശക്തിമത്തായിരിക്കുന്ന ആ ഒരു ശരമേറ്റിട്ട് കർണൻ പേടിച്ച് രഥവും കുതിരയും എല്ലാം അവിടെ ഇട്ടിട്ട് കർണൻ ഒരൊറ്റ ഓട്ടോടി. നിന്നില്ല, കർണനെ പിടിക്കാൻ കിട്ടിയില്ല. കർണൻ എല്ലാം ഉപേക്ഷിച്ചോടി. എവിടെ നിൽക്കാൻ? കർണനെ കിട്ടുമോ? കർണൻ യുദ്ധക്കളത്തിൽ നിന്ന് പോയതിനു ശേഷം ദുര്യോധനാദികൾ എന്ത് ചെയ്ത്? വീണ്ടും കുറെ സൈന്യത്തിനെയും കൊണ്ട് വന്നിട്ട് നേരെ കർണൻ എന്താ ചെയ്തത്? ദുര്യോധനൻ എന്ത് ചെയ്തു എന്നറിയാമോ? വേഗം വന്നിട്ട് അർജുനനോട് അങ്ങ് എതിരിട്ടു. വിട്ടില്ല, ഭയങ്കരമായിട്ട് അങ്ങ് എതിരിടാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. ഈ ദുര്യോധനൻ പഠിക്കില്ല. പാർത്ഥനാവട്ടെ തീരം സമുദ്രത്തെ എന്ന പോലെ ഈ സൈന്യങ്ങളെല്ലാം ഒതുക്കി നിർത്തി. ആനകളെയും കുതിരകളെയും ഒക്കെ ശരങ്ങൾ എയ്തിട്ട് മുറിവേൽപ്പിച്ചു. അർജുനന്റെ ഒരൊറ്റ ശരം കൊണ്ട് ദുര്യോധനൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ആനകളും കുതിരകളും എല്ലാം ഭൂമിയിൽ അങ്ങ് കിടന്നു. അവരെല്ലാം ശരത്തിന്റെ ആ ഒരു വേഗത സഹിക്കാൻ പറ്റാതെ ഓരോരോ ദിക്കിലേക്ക് ഓടിപ്പോയി. ശത്രുക്കളുടെ സൈന്യത്തില് കൃപൻ, ദ്രോണൻ, അശ്വത്ഥാമാവ്, ദുശാസനൻ, ദുര്യോധനൻ, ഭീഷ്മൻ, ഓരോരുത്തരെയും അർജുനൻ നോക്കി. അർജുനൻ നോക്കുമ്പോ ശത്രു സൈന്യത്തില് കൃപൻ നിൽക്കുന്നു. ഓഹോ, ദ്രോണൻ, അശ്വത്ഥാമാവ്, ദുശാസനൻ, ദുര്യോധനൻ, ഭീഷ്മൻ, ഇവരൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിക്കട്ടെ നിക്കട്ടെ. അങ്ങനെ നിർത്തി അർജുനൻ. അവരെല്ലാവരെയും അർജുനൻ ഉത്തരനെ വിളിച്ചങ്ങ് പരിചയപ്പെടുത്തി. ഉത്തരനെ പരിചയപ്പെടുത്തിയിട്ട് അർജുനൻ പറഞ്ഞു, നോക്കുത്തര, ഇതൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞു. അർജുനന്റെ ആ ഒരു ഭാവം കണ്ട് ഉത്തരൻ അങ്ങ് പേടിച്ചു. ഒരു കാര്യം കാണിക്കാം, എല്ലാവരും കണ്ടോളൂ.
അർജുനന്റെ ആ ഒരു യുദ്ധവീര്യത്തില് ഉത്തരനോട് അർജുനൻ പറഞ്ഞു, ഉത്തരാ, ഈ നിൽക്കുന്നവരൊക്കെ ആരാന്നറിയോ നിനക്ക്? ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ട പ്രിയപ്പെട്ട എന്റെ ബന്ധുമിത്രാദികളാണ്. ഉത്തരാ, കൃപന്റെ അടുത്തേക്ക് വിടൂ തേരെന്ന് പറഞ്ഞു. പാർത്ഥനും കൃപനുമായിട്ടുള്ള ഒരു യുദ്ധം കാണാൻ ദേവന്മാരെല്ലാവരും ആകാശത്തിൽ അങ്ങ് വന്നു. ഇന്ദ്രന്റെ സഹചാരികളുമായിട്ട് വന്ന് ആകാശത്തിൽ നിന്നുകൊണ്ട്, എന്റെ മകൻ അർജുനൻ എത്ര നന്നായിട്ടാ യുദ്ധം ചെയ്യുന്നത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങ് സന്തോഷിക്കാണ്. ഒരു രക്ഷയുമില്ല. കൃപാചാര്യനും ഒട്ടും കുറവ് കാണിക്കാതെ യുദ്ധം ചെയ്യാണ്. പാർത്ഥൻ വില്ലെടുത്തിട്ട് മറ്റൊരു വില്ലങ്ങട് മുറിച്ചു കളഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം കൃപന്റെ വില്ല് മുറിക്കുന്നത് കണ്ടപ്പോ കൃപന് എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല അർജുനനോട്. കൃപൻ വില്ലെടുക്കും, പാർത്ഥൻ വന്നിട്ട് ഒരൊറ്റ കാലുകൊണ്ട് ആ വില്ലങ്ങ് അമർത്തും. അതോടുകൂടി ആ വില്ല് ഒടിയും. അടുത്ത വില്ല് പാർത്ഥനിങ്ങെടുക്കും. കൃപൻ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അർജുനൻ എന്ത് ചെയ്തു? ഒരു ശരമെയ്തിട്ട് കൃപന്റെ തേരങ്ങട് തകർത്ത് കളഞ്ഞു. അത് കണ്ടപ്പോ കൗരവന്മാരുടെ ഭടന്മാരെല്ലാം വന്ന് കൃപനെ പിടിച്ച്, അയ്യോ ഇനി നിൽക്കണ്ട, ഇവന്റെ മുന്നിൽ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടങ്ങ് എതിർത്തു. ഒരു രക്ഷയില്ല. കൃപന്റെ ഭടന്മാര് വന്നിട്ട് പറഞ്ഞു, അത് ചീറ്റുന്ന സിംഹമാണ്, ഇനി അവന്റെ അടുത്ത് നിൽക്കണ്ട, ഓടി രക്ഷപ്പെട്ടോ ഇവിടെ നിന്ന് പറഞ്ഞു കൃപന്റെ ആൾക്കാര്. കൃപൻ എത്രയും പെട്ടെന്ന് പിന്മാറി. അർജുനനോട് പൊരുതാൻ പറ്റില്ല. കൃപൻ പിന്മാറിയപ്പോ നമ്മുടെ ദ്രോണാചാര്യര് അസ്ത്രപാണിയായി അർജുനന്റെ മുമ്പിൽ അങ്ങ് വന്നു. ആചാര്യൻ തന്നെ യുദ്ധത്തിന് വേണ്ടി വരുന്നത് കണ്ടപ്പോ അർജുനൻ ഉത്തരനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തേരോടിക്കൂ ഉത്തരാന്ന് പറഞ്ഞു. ഉത്തരൻ നേരെ ദ്രോണരുടെ മുമ്പിൽ കൊണ്ടുപോയി തേര് നിർത്തി. പാർത്ഥൻ എന്ത് ചെയ്തു? തേരിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദ്രോണാചാര്യനോട് പറഞ്ഞു, ഗുരു, അങ്ങയുടെ ശിഷ്യൻ അർജുനൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഞാൻ അങ്ങയുടെ ശിഷ്യൻ അർജുനനാണ്. ഞങ്ങൾ വനവാസം കഴിഞ്ഞിട്ട് പക വീട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭവാൻ എന്നിൽ ഇഷ്ടക്കേടുണ്ടാവരുത്. ഭവാൻ ഇങ്ങോട്ട് അമ്പെയ്തതിന് ശേഷം മാത്രമേ ഞാൻ അമ്പെയ്യൂ. പുണ്യാത്മാവേ, എന്റെ ആഗ്രഹം അങ്ങ് നിറവേറ്റി തരൂ. ആദ്യം അങ്ങ് അമ്പെയ്യണം. അങ്ങന്റെ ഗുരുവാണ്. അർജുനന്റെ വാക്ക് കേട്ടപ്പോ ദ്രോണർ എന്തു ചെയ്തു? 20 പരം ശരങ്ങൾ എടുത്തിട്ട് അർജുനന്റെ നേരെ അങ്ങ് പ്രയോഗിച്ചു. പാർത്ഥൻ ഒരു നിമിഷം കൊണ്ട് എല്ലാ അമ്പുകളും അങ്ങ് മുറിച്ചു കളഞ്ഞു. അതുമാത്രോ, ആചാര്യന്റെ കണ്ണുകളിലേക്ക് തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് അർജുനൻ അങ്ങോട്ടേക്ക് അമ്പെയ്തു. പിന്നീട് ഗുരുവും ശിഷ്യനും തമ്മിൽ അതിഭീകരമായൊരു യുദ്ധം അവിടെ നടന്നു. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവൻ അത് കണ്ടങ്ങ് വിസ്മയിച്ചു നിൽക്കുകയാണ്. യുദ്ധത്തിൽ ഗുരുവാണോ ശിഷ്യനാണോ ആരാണ് സമർത്ഥനെന്ന് എല്ലാവർക്കും ഒരു സംശയം. ഗാണ്ഡീവത്തിൽ നിന്നും പുറപ്പെടുന്ന അസ്ത്രങ്ങൾ തടുക്കാൻ കഴിയാതെ ദ്രോണരങ്ങാകെ വിഷമിച്ചു. ഗാണ്ഡീവത്തിൽ നിന്നാണ് അർജുനൻ അങ്ങോട്ട് ഗാണ്ഡീവം എടുത്തിട്ട് അങ്ങ് വില്ലുകൾ വിടുന്നത്, അമ്പുകൾ വിടുന്നത്. ഒരു രക്ഷയില്ല. ദ്രോണരാകെ വിഷമിച്ചു. ദ്രോണർ എന്തു ചെയ്തു? ദിവ്യമായിരിക്കുന്ന പല പല അസ്ത്രങ്ങളും അങ്ങോട്ട് എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങിയപ്പം പാർത്ഥനും വിട്ടില്ല. ദിവ്യാസ്ത്രങ്ങൾ പാർത്ഥനും എടുത്തു. അർജുനന്റെ ആ ഒരു യുദ്ധ സാമർഥ്യവും ആ അമ്പെയ്യാനുള്ള കൈന്റെ വേഗതയും കുലുക്കമില്ലാതെ ഉറച്ച പാറ പോലെ നിൽക്കുന്ന ആ ഒരു നിൽപ്പുമൊക്കെ കണ്ടപ്പോ ആചാര്യൻ അങ്ങ് ആശ്ചര്യപ്പെട്ടു പോയി. സവ്യസാചി വിട്ട അമ്പുകൾ ചെന്ന് ദ്രോണരുടെ രഥം അങ്ങോട്ട് മൂടിക്കളഞ്ഞു. അർജുനൻ ദ്രോണരുടെ രഥം മൊത്തം അമ്പുകൊണ്ട് അങ്ങ് മൂടിക്കളഞ്ഞു. അങ്ങനെ ഉഗ്രമായ പോരാട്ടം നടക്കുമ്പോ അച്ഛൻ അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ദ്രോണരുടെ മകനായിരിക്കുന്ന അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? ഒരുപാട് തേരുകളോടുകൂടി വന്നിട്ട് പാർത്ഥനെ അങ്ങ് വളഞ്ഞു. വിട്ടില്ല. അശ്വത്ഥാമാവ് നേരെ വന്നിട്ട്, ദ്രോണരുടെ മകനാണ്,
അച്ഛന് കുറച്ച് ആശ്വാസം കിട്ടണ്ടേന്ന് കരുതിക്കൊണ്ട് അശ്വത്ഥമാവ് വന്നിട്ട് ഒരുപാട് തേരുകളും കൊണ്ടുവന്ന് അർജുനന്റെ ചുറ്റും അങ്ങോട്ട് നിർത്തി. പാർത്ഥന്റെ ആ ഒരു യുദ്ധവൈഭവം കണ്ടിട്ട് ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ കൂടിയും ഭയങ്കരം ദേഷ്യഭാവം പുറത്തു കാണിച്ചുകൊണ്ടാണ് അശ്വത്ഥമാവ് വന്ന് നിൽക്കുന്നത്. എനിക്ക് പുതിയൊരു എതിരാളിയെ കിട്ടിയെന്ന് കണ്ടപ്പോ ദ്രോണർക്ക് പോകാൻ വഴി ഉണ്ടാക്കി കൊടുത്തു. തേര് അങ്ങോട്ടെടുത്തു അർജുനൻ. എന്നിട്ട് പറഞ്ഞു ദ്രോണർക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തു. കാരണം എന്താ, ഇനി അശ്വത്ഥമാവിനെ കൈകാര്യം ചെയ്യാന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ദ്രോണർ എന്ത് ചെയ്തു? കുതിച്ചു പായുന്ന കുതിരകളെ പഴുതിൽ പൂട്ടി ഓടി രക്ഷപ്പെട്ടു ആ യുദ്ധത്തിൽ നിന്ന്. സ്വന്തം ശിഷ്യനോട് ഗുരു അടിയറവ് പറയുന്ന നിമിഷം അർജുനൻ ഓരോരുത്തരായിട്ട് അർജുനൻ ലക്ഷ്യമിട്ടു. ഇനി അശ്വത്ഥമാവ് വാ, ബാക്കി അവന് കൊടുക്കാന്ന് കരുതി. അശ്വത്ഥമാവും അർജുനനും കൂടി ഭയങ്കരമായൊരു യുദ്ധം അവിടെ നടന്നു. ഈ യുദ്ധത്തില് ദ്രൗണി എന്ത് ചെയ്തു? അർജുനന്റെ വില്ലിന്റെ ഞാണിന്റെ തക്കം നോക്കി അങ്ങ് അറുത്ത് കളഞ്ഞു. എല്ലാരും ഉടനെ അശ്വത്ഥമാവിനെ അങ്ങനെ ഭേഷ് ഭേഷ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് പ്രശംസിച്ചു. വില്ലിന്റെ ഞാണുണ്ടല്ലോ, ആ പിടിക്കുന്ന ഭാഗം, അവിടെയാണ് അശ്വത്ഥമാവ് അമ്പെയ്തത്. പിന്നെ വില്ല് അമ്പെയ്യാൻ പറ്റില്ലല്ലോ. പാർത്ഥൻ എന്താ ചെയ്തത്? ഛേ, നീ ഇത്ര വിഡ്ഢിയായി പോയില്ലേ അശ്വത്ഥമാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേടിയില്ലാതെ, ഒരു കൂസലില്ലാതെ അർജുനനൊന്ന് ചിരിച്ചുകൊണ്ട് അശ്വത്ഥമാവേ ഇത് പാർത്ഥനാന്നും പറഞ്ഞുകൊണ്ട് നിന്നങ്ങ് ഞാൻ അവിടെ കെട്ടി. അശ്വത്ഥമാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പാർത്ഥന ഞാനങ്ങ് വലിച്ചു കെട്ടി. പിന്നെ അശ്വത്ഥമാവിന്റെ അമ്പുകൾ തീർന്നപ്പോ കർണൻ എന്ത് ചെയ്തു? അശ്വത്ഥമാവിന്റെ അമ്പൊക്കെ തീർന്നുപോയി. കർണന്റെ ഞാൻ വലിച്ചിട്ട് അങ്ങ് ശബ്ദം ഉണ്ടാക്കി. ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കിയപ്പോ കർണൻ എവിടുന്നാ ഒരു ശബ്ദം എന്നുള്ള ഭാവത്തിൽ നോക്കി. കാരണം ഇവിടെ അശ്വത്ഥമാവിന്റെ അമ്പൊക്കെ തീർന്ന്. ഉടനെ കർണൻ വില്ലങ്ങട് വലിച്ചു കെട്ടി. ഈ ഞാന്റെ ശബ്ദം കേട്ടപ്പം അർജുനൻ തിരിഞ്ഞു നോക്കിയപ്പം ഓഹോ നീയോ കർണ എന്ന ഭാവത്തില് കർണൻ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും അർജുനൻ എന്തേത്? ദ്രോണന്റെ മകനോട് പറഞ്ഞു നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കർണന്റെ നേരെ തിരിഞ്ഞു. ആ സമയത്ത് അശ്വത്ഥമാവിന് ഒരുപാട് സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ ആൾക്കാർ വന്നു. എങ്കിലും പാർത്ഥൻ എന്ത് ചെയ്തു? ദ്രൗണിയെ അവഗണിച്ചുകൊണ്ട് കർണന്റെ നേരെ പാഞ്ഞു. ആയുധമില്ലാത്തവനോട് പാർത്ഥൻ യുദ്ധം ചെയ്യില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ പാർത്ഥൻ എന്ത് ചെയ്ത് കർണന്റെ അടുത്തേക്ക് വിട്ടു. എടോ കർണ, നിന്നോട് എതിരിടാൻ ആർക്കും കഴിയില്ലെന്ന് നീ സഭയിൽ വെച്ചിട്ട് വലിയ വീരവാദം മുഴക്കിയില്ലടാ കർണ? പാർത്ഥൻ ചോദിക്കാണ്. എടോ കർണ, നീ എന്താ പറഞ്ഞത് സഭയിൽ വെച്ച്? നിന്നോട് ആർക്കും എതിർക്കാൻ കഴിയില്ലെന്നോ? അതിന്റെ വാസ്തവം നീ ഇപ്പൊ അറിയുന്നു പറഞ്ഞു. ഞാനിതാ നിന്നെ എതിരിടാൻ മാത്രല്ല നിന്നെ ജയിക്കാനായിട്ട് വന്ന് നിൽക്കുന്നവനാന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ നേരെ വാടാന്ന് പറഞ്ഞു. നീ ചെയ്തിട്ടുള്ള അധർമ്മത്തിന്റെയും ദുഷ്പ്രവൃത്തിയുടെയും ഫലം നീ ഇപ്പൊ അനുഭവിക്കാൻ പോവാണ് കർണ എന്ന് പറഞ്ഞു. ധർമ്മപാശത്താൽ ബദ്ധനായതുകൊണ്ട് അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു നിന്നെ. അന്ന് ഞാൻ ചില ധർമ്മങ്ങളിൽ ഞാൻ ബന്ധിക്കപ്പെട്ടു പോയി. അന്ന് നിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞിട്ടാണ് കർണ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അർജുനന്റെ വാക്കു കേട്ടപ്പോഴേക്കും കർണനങ്ങ് ഭയങ്കര ദേഷ്യം. എടോ അർജുന, വെറുതെ വാചകടിക്കാതെ കർമ്മം കൊണ്ട് പറ്റുമെങ്കിൽ വാടാ എന്ന് കർണനും പറഞ്ഞു. നീ മുമ്പ് എല്ലാം സഹിച്ച് ധർമ്മപാശത്താൽ ബന്ധനായതുകൊണ്ട് എന്നല്ലേ പറഞ്ഞത്? ചുമ്മാ വെറുതെ നിനക്കാവാത്തത് കൊണ്ടല്ലടാ നീ അന്ന് മിണ്ടാതെ നിന്നത് അല്ലേ? ഇന്ന് നിന്റെ മരണസമയം അടുത്തിരിക്കുകയാണ് അർജുന എന്ന് പറഞ്ഞു. നീ എന്നോട് എതിർക്കാൻ വന്നിട്ടുള്ളത് നിന്റെ അന്തിമ ആഗ്രഹമാണ്. എന്നോട് ഏറ്റുമുട്ടുമ്പോ കാണാടാ പാർത്ഥ നീ എവിടെ എത്തിച്ചേരുമെന്ന് നമ്മുടെ കർണനും പറഞ്ഞു. ഉടനെ അർജുനൻ പറഞ്ഞു, ശരി, ഇപ്പൊ തന്നെയല്ലേ നിന്റെ ഫലം ഞാൻ കണ്ടത്. ഈ ഒരു നിമിഷം മുമ്പല്ലേടാ നീ ഓടിപ്പോയത്. എന്നോട് എതിർത്ത് നിൽക്കാൻ പറ്റാതെ ജീവനും കൊണ്ട് നീ ഓടിപ്പോകുന്നത്
ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് നീ എന്നോട് വീമ്പ് പറയുന്നോ? നീ ഇവിടുന്ന് ജീവനും കൊണ്ട് പോടിയത് എന്നോട് എതിർത്ത് നിൽക്കാൻ പറ്റാണ്ടല്ലടാ കർണാന്ന് ചോദിച്ചു. നീ ജീവനോടെ ഇന്ന് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഞാൻ നിനക്ക് തന്ന ഔദാര്യമാടാ കർണാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് അർജുനൻ ആ ഗാണ്ഡീവ് അങ്ങ് എടുത്തില്ലേ, എടുത്തിട്ട് ശരങ്ങൾ അങ്ങോട്ട് അയച്ചു. കർണനും അതെല്ലാം തടുത്തു കളഞ്ഞു. അർജുനൻ അയച്ച എല്ലാ ശരങ്ങളും കർണൻ അങ്ങ് തടുത്തു. ശരങ്ങളെല്ലാം കൂടെ പൊട്ടിച്ചു കളഞ്ഞു. രണ്ടുപേരും വാശിയോടുകൂടി യുദ്ധം ചെയ്തു, കർണനും അർജുനനും. കർണന്റെ ശരങ്ങളൊക്കെ പാർത്ഥൻ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു. കർണൻ ഇങ്ങനെ ശരമയക്കും, അർജുനൻ അതെല്ലാം ആകാശത്തിൽ വെച്ച് തന്നെ തകർക്കും. കർണന് ക്ഷീണം വരാൻ തുടങ്ങി. കർണൻ നോക്കുമ്പോൾ ഒരൊറ്റ ശരങ്ങൾ പോലും അർജുനന്റെ രോമത്തിൽ പോലും തട്ടുന്നില്ല. നല്ല പൊടിയും കാറ്റിലും അഴിച്ചിട്ട കേശം മുടിയോടുകൂടി അർജുനൻ അങ്ങ് നോക്കി കർണനെ. അർജുനൻ കാരിരുമ്പ് പോലെ നിൽക്കാണ്. പക്ഷേ കർണൻ ക്ഷീണിക്കാൻ തുടങ്ങി. കർണൻ ക്ഷീണിക്കുന്നത് കണ്ടപ്പോ ഒരുപാട് പേര് കർണനെ സഹായിക്കാനെത്തി. അർജുനൻ പറഞ്ഞു, ഇവനെ സഹായിക്കാൻ വന്നവരാണ് നിങ്ങൾ ഇനി നിൽക്കണ്ട എന്നും പറഞ്ഞ് അർജുനൻ ഓരോ ശരമയക്കുമ്പോഴും ഓരോ സഹായികളും കാലപുരിക്ക് പോവാൻ തുടങ്ങി. അവസാനം കർണനോട് പറഞ്ഞു, നിന്റെ കുതിരകൾ എന്ന് പറഞ്ഞപ്പോഴേക്കും കർണൻ കുതിരകളെ നോക്കുമ്പോ അർജുനന്റെ ശരവേഗതയിൽ കുതിരകളെല്ലാം ചത്തു വീണു. പിന്നെ അവസാനമായിട്ട് കർണനോട് പറഞ്ഞു, കർണാ എന്ന് വിളിച്ചതും കർണൻ നോക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ അർജുനൻ ഒരു ശരമെയ്ത് കർണന്റെ മാറിടം നോക്കി ഒരു ശരമങ്ങ് വിട്ടു. ചട്ട കീറി ദേഹത്തിൽ തട്ടിയ ആ ശരം കൊണ്ടുള്ള വേദന സഹിക്കാൻ പറ്റാതെ കർണൻ ആ ശരവും പിടിച്ച് നെഞ്ചും പിടിച്ച് ചോരയോടുകൂടി യുദ്ധഭൂമി വിട്ട് ഓടി. അത് കണ്ട് അർജുനനും ഉത്തരനും ചിരിയോട് ചിരി. നമ്മുടെ കർണൻ മുടന്തി 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 അർജുനനെ പേടിച്ച് തിരിഞ്ഞു നോക്കി. ഇനി യുദ്ധം ചെയ്യണ്ട എന്നുള്ള ഭാവത്തിൽ ഈ അമ്പും പിടിച്ചുകൊണ്ട് കർണൻ ഓടി യുദ്ധക്കളം വിട്ട്. കർണന്റെ ആ ഒരു ഭയപ്പാടോടുകൂടിയുള്ള ഓട്ടം കണ്ട് അർജുനനും ഉത്തരനും ചിരിച്ച് 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 ഒരു വഴിയായി. അശ്വത്ഥാമാവ് വീണ്ടും വന്നു. ആ സമയത്ത് അധികം പാർത്ഥനോട് എതിർത്ത് നിൽക്കാൻ പറ്റാതെ അശ്വത്ഥാമാവ് വേഗം പിന്മാറി. പിന്നെ ദുസ്സഹൻ വന്നു. കുറെ വീരന്മാരൊക്കെ വന്നു. അർജുനൻ പറഞ്ഞു, പോടാ എന്ന് പറഞ്ഞ് അവരെല്ലാം തിരിഞ്ഞോടി. ഈ സമയത്ത് ഉത്തരൻ കുറച്ച് പേടിച്ചുകൊണ്ട് അർജുനനോട് പറഞ്ഞു, എനിക്ക് ഈ യുദ്ധമൊക്കെ കണ്ടിട്ട് വല്ലാത്ത പേടിയുണ്ട്. മാത്രമല്ല എൻ്റെ മേല് മുറിവേറ്റ വേദനയുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് തേരൊന്നും തളിക്കാൻ വയ്യ. എൻ്റെ തലയൊക്കെ ചുറ്റുന്നുണ്ട്. ശിവൻ തന്നെ വലിയ ദേഷ്യത്തോടു കൂടി മഹാദേവൻ ദേഷ്യപ്പെട്ട് വരുന്നത് പോലെയൊക്കെയാണ് ഞാൻ അങ്ങയെ കാണുന്നത്. അങ്ങയുടെ ചുറ്റിലും ശവശരീരങ്ങൾ. അയ്യോ, ഇത്തരൊരു യുദ്ധം ഞാൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ ജീവൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി പോവാം. ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി എനിക്ക് തേരൊന്നും ഓടിക്കാൻ കയ്യും കാലും ഒന്നും വരൂലെന്ന് ഉത്തരൻ പറഞ്ഞു. ഉത്തരന്റെ വാക്ക് കേട്ടപ്പം അർജുനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാൻ ഒരു ക്ഷത്രിയ കുമാരനല്ലേ? അല്ലേ ഉത്തര? ക്ഷത്രിയനല്ലേ? പ്രസിദ്ധമായിരിക്കുന്ന മത്സ്യരാജ കുടുംബത്തിലല്ലേ ഉത്തരൻ ജനിച്ചത്? എന്നിട്ടും യുദ്ധത്തെ എന്തിനാ പേടിക്കുന്നത്? ഒട്ടും പേടിക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഈ കൗരവന്മാരോട് ജയിക്കും. ഉത്തര, ഇതിന്നും ഇന്നലെയും ജയിച്ച കണക്കല്ല. 13 വർഷങ്ങളുടെ ചതിയുടെ കണക്കാണ്. അതിനുള്ള ശക്തി ഞാൻ ദേവേന്ദ്രനിൽ നിന്നും മറ്റു ദേവന്മാരിൽ നിന്നും നേടിയിട്ടുണ്ട്. നിനക്കൊന്നും പറ്റില്ല. നിന്റെ ദേഹത്തൊരു തരി മണ്ണ് വീഴില്ല ഉത്തരാന്ന് പറഞ്ഞു. ധൈര്യമായിട്ടിരിക്കുക. ഇനി യുദ്ധത്തിന് റെഡിയായി വരുന്നത് ഭീഷ്മ പിതാമഹനാണ്.
ആ സ്വർണ തേരിലിരിക്കുന്ന ഭീഷ്മ പിതാമഹന്റെ നേരേക്ക് ഉത്തരാ നീ അങ്ങ് വിടുതേരെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൂടി എനിക്ക് ജയിക്കണം. അതുകൊണ്ട് സംശയം വേണ്ട, തേര് നേരെ ഭീഷ്മ പിതാമഹന്റെ നേരെ വിടൂ എന്ന് പറഞ്ഞു. ആ വഴിക്ക് ഒരുപാട് ഭീഷ്മ പിതാമഹരുടെ തേരിന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് യോദ്ധാക്കളൊക്കെ അർജുനനോട് എതിരിടാൻ വന്നു. ഭീഷ്മരോട് യുദ്ധം ചെയ്യാനാണ് ഞാൻ പോകുന്നത്, വഴിക്കുള്ള നിങ്ങളൊന്നും തൃണത്തേക്കാൾ തുല്യമാണ് എനിക്ക്, അതിലും താഴെയാണ് എനിക്കെന്നും പറഞ്ഞ് അർജുനൻ ഗാണ്ഡീവം എടുത്ത് ഓരോരോ അമ്പ ചെയ്തുകൊണ്ട് ഈ മഹാരഥന്മാരെ എല്ലാം ശിരസങ്ങ് ഭേദിച്ചു കളഞ്ഞു. എല്ലാവരും മരിച്ചു വീഴാണ് യുദ്ധഭൂമിയിൽ. ഈ ശവങ്ങളുടെ ഇടയിലൂടെ അർജുനൻ പാറുന്ന മുടിയും തീജ്വലിക്കുന്ന കണ്ണുകളും 13 വർഷത്തെ പകയുമായി ഗാണ്ഡീവവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറക്കുന്ന മൺപൊടിയിലൂടെ അർജുനൻ അങ്ങ് നേരെ ഭീഷ്മ പിതാമഹന്റെ തേരിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വെട്ടാത്ത കണ്ണുകളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരോട് യുദ്ധം ചെയ്യാനാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോ ദുര്യോധനൻ, കർണൻ, ദുശാസനൻ, ദ്രോണൻ, ദ്രോണി, കൃപൻ ഇവരെല്ലാവരും വീണ്ടും എതിരിടാൻ വന്നു. കൗന്ദേയൻ വന്നിട്ട് അവരെയൊക്കെ അങ്ങ് പിന്തിരിപ്പിച്ചു. നേരെ പിന്തിരിപ്പിച്ചിട്ട് അർജുനൻ ഈ വാക്കൊന്നും കേട്ടില്ല, ഭീഷ്മരുടെ അടുത്തേക്ക് പോയി. പാർത്ഥൻ വരുന്നത് കണ്ടപ്പോ ഭീഷ്മര് ഓഹോ നീ എന്റെ നേരോ അർജുന എന്ന ഭാവത്തില് യുദ്ധത്തിനങ്ങ് റെഡിയായി നിന്നു. ശംഖിന്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോ ധാർത്തരാഷ്ട്രന്മാരെല്ലാം അങ്ങ് ശബ്ദം ഉണ്ടാക്കി. അർജുനൻ അടുത്തെത്തുന്നതിന് മുമ്പേ തന്നെ ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു? മർമ്മങ്ങളെയെല്ലാം ഭേദിക്കുന്ന തരത്തിലുള്ള 8 ശരങ്ങൾ എടുത്തിട്ട് അർജുനന്റെ നേരെ വിട്ടു. 8 ശരങ്ങൾ എടുത്തിട്ട് നേരെ അർജുനന്റെ നേരെ വിട്ടു. പാർത്ഥൻ പറഞ്ഞു, ഛേ എന്താ ഇത്, ഇത്ര വിഡ്ഢിയായി പോയോ ഭീഷ്മ പിതാമഹൻ അവിടുന്ന് എന്നും പറഞ്ഞ് ഈ 8 ശരങ്ങളെയും പാർത്ഥൻ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. പാർത്ഥൻ അതെല്ലാം തടുക്കുകയും ഒരൊറ്റ ശരം കൊണ്ട് പാർത്ഥൻ എന്ത് ചെയ്ത് ഭീഷ്മരുടെ ഛത്രത്തെയും ധ്വജത്തെയും അങ്ങ് മുറിച്ചു കളഞ്ഞു. ഭീഷ്മർ എന്ത് ചെയ്ത് ദിവ്യാസ്ത്രം എടുത്തിട്ട് ആ മധ്യമ പാണ്ഡവനായിരിക്കുന്ന പാർത്ഥനായിരിക്കുന്ന വിജയിയായിരിക്കുന്ന അർജുനന്റെ നേരെ അങ്ങ് അയച്ചു. അർജുനൻ പറഞ്ഞു, ഓഹോ ദാ പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് അർജുനനും കൊടുത്തൊരു ദിവ്യാസ്ത്രം. യുദ്ധം ഭയങ്കര ഗംഭീരമായിട്ട് നടക്കാണ്. കൗരവന്മാരും ബാക്കി സൈന്യങ്ങളൊക്കെ ഭീഷ്മന്റെയും അർജുനന്റെയും യുദ്ധം കണ്ട് പേടിച്ചു നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഉത്തരൻ രഥത്തിന്റെ അകത്ത് തല കുനിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട്. അർജുനനോട് യുദ്ധം ചെയ്യാൻ ഭീഷ്മർക്കല്ലാതെ ആർക്കാ സാധിക്കുക? എല്ലാവരും പേടിച്ചു. വളരെ നേരം 2 പേരും ദിവ്യാസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു. അർജുനൻ പറഞ്ഞു, പിതാമഹ അവിടുന്ന് എന്നോട് ക്ഷമിക്കൂന്നും പറഞ്ഞുകൊണ്ട് പിതാമഹന്റെ വില്ല് അങ്ങൊടിച്ചു കളഞ്ഞു അർജുനൻ. എന്നിട്ട് വില്ലെടുത്ത് യുദ്ധം തുടങ്ങി. ആ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ ആകാശത്ത് വന്നങ്ങനെ നിന്നു. 2 പേരുടെയും ആ ഒരു അസ്ത്രപ്രയോഗം കണ്ടിട്ട് അവരങ്ങ് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. പുഷ്പവൃഷ്ടി കൊണ്ട് ദേവന്മാരെല്ലാം അർജുനനെ മൂടി. യുദ്ധത്തിൽ അർജുനന്റെ മുടിയൊക്കെ അങ്ങ് പറന്ന് അർജുനൻ അങ്ങ് തേരിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പുഷ്പങ്ങൾ ഇങ്ങനെ അർജുനന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴാണ്. ഇത് കാണാൻ പോലും നമ്മുടെ ഉത്തരൻ തലപൊക്കുന്നില്ല. അവസാനം നമ്മുടെ കൗന്ദേയൻ എന്ത് ചെയ്ത്, പിതാമഹ അവിടുന്ന് എന്നോട് ക്ഷമിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് പിതാമഹന്റെ വക്ഷസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നെഞ്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു അമ്പങ്ങട് എയ്തു. ആ ഒരു പോർച്ചട്ട പിതാമഹൻ ഭീഷ്മര് അണിഞ്ഞിരിക്കുന്ന ആ ഒരു പോർച്ചട്ട, നെഞ്ചിൽ അണിഞ്ഞിരിക്കുന്ന ആ പോർച്ചട്ട ഭേദിച്ചിട്ട് ആ ഒരു അസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഭീഷ്മര് നെഞ്ചിൽ പതിച്ച അസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഭീഷ്മർ താഴേക്ക് വീണു. ഉടനെ തന്നെ തേരാളി എന്ത് ചെയ്തു, അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് യുദ്ധക്കളത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയി.
രഥമോട്ടിക്കൊണ്ടിരുന്ന തേരാളി ഭീഷ്മരെയും കൊണ്ട് രഥം ഓടിച്ചൊരൊറ്റ ഓട്ടം ഓടി. കാരണം ഇനി അർജുനന്റെ കയ്യിൽ കിട്ടിയ തീർന്നു, ഇപ്പൊ കുറച്ച് ശ്വാസമെങ്കിലും ബാക്കിയുണ്ട്. പിന്നീട് ദുര്യോധനൻ, വികർണൻ അങ്ങനെയുള്ളവരൊക്കെ യുദ്ധം ചെയ്യാൻ വന്നെങ്കിലും അർജുനൻ പറഞ്ഞു, ഇനിയും നിങ്ങൾ അടങ്ങിയിട്ടില്ല അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അർജുനൻ ശരങ്ങളങ്ങ് വിടാൻ തുടങ്ങി. അർജുനന്റെ ആ ഒരു ശരത്തിന്റെ വേഗത കണ്ടപ്പോഴേക്കും യുദ്ധം ചെയ്യാൻ വന്ന ദുര്യോധനനും വികർണനും എല്ലാം പിന്തിരിഞ്ഞോടി. ദുര്യോധനൻ ഓടിപ്പോകുന്നത് കണ്ടപ്പോ നമ്മുടെ ഭീഷ്മരും ദ്രോണരും ദ്രൗണിയും കൃപനും എല്ലാവരും ദുര്യോധനന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. അവരൊക്കെ വീണ്ടും ഒരുമിച്ച് നിന്ന് അർജുനനോട് എതിർക്കാൻ നോക്കി. അപ്പോ ബ്രഹ്മാണ്ഡം നടക്കുന്ന രീതിയിൽ അർജുനൻ എന്ത് ചെയ്ത്, ശംഖനാദം അങ്ങ് എടുത്ത് വിളിച്ചു. അർജുനൻ വീണ്ടും ശംഖ് അങ്ങ് വിളിച്ചു. അർജുനൻ ശംഖ് വിളിച്ചോ യുദ്ധം ഉറപ്പാണ്. ഈ ബ്രഹ്മാണ്ഡം അലറുന്ന രീതിയിലാണ് അർജുനൻ എടുത്ത് ശംഖ് വിളിച്ചത്. ദജോപരി സ്ഥിതി ചെയ്യുന്ന ഹനുമാന്റെ അട്ടഹാസവും കൂടി അങ്ങ് മുഴങ്ങി. അർജുനൻ ശംഖെടുത്ത് വിളിച്ചപ്പോ നമ്മുടെ ധ്വജത്തിലിരിക്കുന്ന ഹനുമാനും കൂടി അങ്ങ് അട്ടഹസിക്കാൻ തുടങ്ങി. എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോഴേക്കും പേടിച്ചിട്ട് എല്ലാവരും യുദ്ധക്കളത്തിൽ അങ്ങ് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോ മോഹാലസ്യപ്പെട്ട് ബോധം പോയി കിടക്കുന്ന ഒരാളുടെ ദേഹത്തിൽ നിന്ന് വിലപിടിപ്പുള്ള കുറെ വസ്ത്രങ്ങളൊക്കെ അർജുനൻ എന്ത് ചെയ്ത്, അർജുനൻ പറഞ്ഞു, ഉത്തരാ, ആ വീണ് കിടക്കുന്നവന്റെ, ബോധം പോയി കിടക്കുന്നവന്റെ ദേഹത്തിൽ നിന്ന് ആ വസ്ത്രങ്ങളൊക്കെ ഇങ്ങ് എടുക്കാൻ പറഞ്ഞു. വിലപിടിപ്പുള്ള കുറച്ച് വസ്ത്രങ്ങളൊക്കെ ഇങ്ങ് എടുത്തു എന്ന് പറഞ്ഞു. ഉത്തരൻ അങ്ങ് ആകെ പേടിച്ചു. അയ്യോ, ഞാൻ യുദ്ധഭൂമിയിൽ കാല് വെക്കേ, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, നീ പോയി ആ ഡ്രസ്സ് എടുത്തിട്ട് വാടാന്ന് പറഞ്ഞു. ആ വസ്ത്രങ്ങൾ ഇങ്ങ് ഊരിക്കൊണ്ടുവരാൻ പറഞ്ഞു. അർജുനന്റെ അലർച്ച കേട്ടപ്പോഴേക്കും ഉത്തരൻ ചാടി ഇറങ്ങി രഥത്തിൽ. എന്നിട്ടോ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഒരു കെട്ടാക്കി എടുത്തു. എന്നിട്ട് പറഞ്ഞു, നീയല്ലേ അന്തപുരത്തുനിന്ന് വരുമ്പോ പറഞ്ഞത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവരാന്ന്, അപ്പൊ വേണ്ടേ നിനക്ക്? അവിടെയുള്ള അന്തപുരത്തിലെ സ്ത്രീകളെ മുമ്പിൽ നിനക്ക് വലിയ ഷൈൻ ചെയ്യണ്ടേ, നീ വലിയ ആളാണെന്ന് കാണിക്കണ്ടേ, യുദ്ധവീരനാന്ന് കാണിക്കണ്ടേ എന്ന് പറഞ്ഞതും ഉത്തരൻ അർജുനനെ പേടിച്ച് വേഗം പോയി വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഒരു ഭാണ്ഡക്കെട്ടാക്കി. കൗരവന്മാരെ അപമാനിക്കാൻ കൂടിയാണ് അർജുനൻ ഇത് ചെയ്തത്. തുണി പോലും ഇല്ലാതെ നിങ്ങളെ വെറുതെ വിടില്ലടാന്നുള്ള ഭാവത്തില് അധികം താമസിയാതെ ദേഹത്തിൽ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ലജ്ജിതരായിട്ട് ഭീഷ്മരുടെ ഉപദേശം അനുസരിച്ച് ഇവരൊക്കെ എഴുന്നേറ്റ് പോയി. വസ്ത്രം പോലും ഇല്ല ഇവരുടെ ശരീരത്തൊന്നും. അർജുനൻ ഈ കൗരവന്മാരെല്ലാം പേടിച്ചോടുന്നത് കണ്ടിട്ട് ഉത്തരനോട് പറഞ്ഞു, കണ്ടോ, കൗരവന്മാരൊക്കെ പേടിച്ച് തുണി പോലും ഇല്ലാതെ തിരിഞ്ഞു നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സംശയിക്കേണ്ട, പശുക്കളെ എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തരനും അർജുനനും കൂടി ഗംഭീരമായ യുദ്ധമൊക്കെ ചെയ്തതിന് ശേഷം മടങ്ങി വരുന്ന വഴിക്ക് വനങ്ങളിലൊക്കെ ഒളിച്ചിരിക്കുന്ന കുറെ യോദ്ധാക്കള്, യുദ്ധം ചെയ്യുന്ന കുറെ സൈന്യന്മാര് വന്ന് പലരും അർജുനനെ അഭിവാദ്യം ചെയ്തു. ഇവരെ കൂട്ടത്തിൽ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ അർജുനന്റെ സാമർത്ഥ്യം കണ്ട് പേടിച്ച് വനങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. അവര് വന്നിട്ട് അർജുനനോട് അഭിവാദ്യം ചെയ്തു. പാർത്ഥൻ അവരെ എല്ലാവരെയും സമാധാനിപ്പിച്ചു. എന്നിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ശത്രുക്കളൊക്കെ പോയതിനു ശേഷം പാർത്ഥൻ ഉത്തരനോട് പറഞ്ഞു, മടങ്ങി ചെല്ലുമ്പോ കൗരവന്മാരെ തോൽപ്പിച്ച് പശുക്കളെയൊക്കെ തിരിച്ചെടുത്തത് നീയാണെന്ന് പറഞ്ഞോളൂ ഉത്തരാന്ന് പറഞ്ഞു. പാണ്ഡവന്മാര് വേഷം മാറി ഇവിടെ താമസിക്കുന്ന കാര്യം നിനക്ക് മാത്രമേ അറിയൂ, നിന്റെ അച്ഛനായ രാജാവിന് അറിയില്ല. അതുകൊണ്ട് നീ ഇതൊന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഉത്തരൻ ഇങ്ങനെ മിണ്ടാതെ അർജുനനെ നോക്കിയിരിക്കണം. കേട്ടോ ഉത്തര എന്ന് ചോദിച്ചതും ഉത്തരൻ പേടിച്ചു പോയി. എന്ന് പറഞ്ഞു. ശബ്ദം പോലും ഉത്തരനില്ല. അല്ല, അച്ഛൻ ആകെ വിഷമിക്കും, അത് സമയം വരുമ്പം അച്ഛൻ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. നീ മാത്രമാണ് കൗരവസേനയെ ഇപ്പോൾ ജയിച്ചത്, ഞാനല്ല യുദ്ധം ചെയ്തത്, ഞാൻ ആരാണെന്നും നീ പറയരുതെന്ന് പറഞ്ഞു. ഉത്തരന്
അത് സമ്മതമാണോ എന്ന് ചോദിച്ചാൽ സമ്മതമാണ്, സമ്മതമല്ലേ എന്ന് ചോദിച്ചാൽ സമ്മതമല്ല. പക്ഷെ അർജുനനെ എതിർത്ത് പറഞ്ഞാൽ ഉത്തരൻ ഭസ്മമാണ്. ഉടനെ ഉത്തരൻ പറഞ്ഞു, അല്ല, ഈ പുണ്യപ്രവൃത്തിയൊന്നും ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കില്ല. എങ്കിലും അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ രഹസ്യം വെളിപ്പെടുത്തില്ല. ബൃഹനള അർജുനനാണെന്ന് പെട്ടെന്നറിയുന്നത് കൊണ്ട് കുഴപ്പത്തിന് കാരണമാകും എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ അങ്ങ് ബൃഹനളയായിട്ടല്ലേ, ഒരു ഡാൻസുകാരി ആയിട്ടല്ലേ കൊട്ടാരത്തിൽ കഴിയുന്നത്. അത് അച്ഛൻ പെട്ടെന്നറിയുമ്പോഴും ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയില്ല എന്നങ്ങനെ 3 പ്രാവശ്യം ഉത്തരൻ മനസ്സില്ലാ മനസ്സോട് അർജുനനോട് പറഞ്ഞു. അങ്ങനെ 2 പേരും തിരിച്ച് ശമീ വൃക്ഷത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഗാണ്ഡീവവും ആയുധങ്ങളും എല്ലാം എടുത്ത് ആ ശമീ വൃക്ഷത്തിന്റെ മുകളിൽ അങ്ങ് വെച്ചു. ധ്വജഗ്രഹത്തിലുണ്ടായിരിക്കുന്ന മഹാകവിയായിരിക്കുന്ന ഹനുമാൻ സ്വാമി ആകാശത്തിലേക്ക് അങ്ങ് ഉയർന്നു. ഹനുമാൻ സ്വാമി ആകാശത്തിലേക്ക് പോയി. ധ്വജം അത് മാറ്റിയിട്ട് സിംഹധ്വജമാക്കി. ഇവരുടെ അടയാളം, മത്സ്യരാജാവിന്റെ അവിടുത്തെ അടയാളം സിംഹമാക്കി. അർജുനൻ എന്ത് ചെയ്തു? വീണ്ടും നൃത്താധ്യാപികയായിരിക്കുന്ന ബൃഹനളയുടെ രൂപത്തില് ഉത്തരനോട് പറഞ്ഞു, കയറി പിന്നിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഇരുത്തിയിട്ട് തേര് തെളിച്ചുകൊണ്ട് മത്സ്യരാജാവിന്റെ നഗരത്തിലേക്ക്, രാജ്യത്തിന്റെ നഗരത്തിലേക്ക് അങ്ങ് കയറി. കൊട്ടാരത്തിലേക്ക് പോകാതെ നഗരത്തിലെത്തിയ അർജുനൻ പറഞ്ഞു, കുമാരാ, നാം കൗരവരെയെല്ലാം പരാജിതരാക്കി. ഗോകുലത്തെയും ഗോപാലന്മാരെയും നമ്മൾ രക്ഷിച്ചു, അല്ലെ? ധാരാളം പൈസയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ഗോപാലകന്മാരില് ചിലരൊക്കെ മുമ്പേ പോയിട്ട് ഉത്തരകുമാരൻ ഇത്രയും വലിയ യുദ്ധം ചെയ്താണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അച്ഛനായ രാജാവിനെ അറിയിക്കട്ടെ. നമുക്ക് വൈകിട്ട് പോവാം കൊട്ടാരത്തിലേക്ക് എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ കുറച്ചു നേരം ഈ പശുക്കളെയും കുതിരകളെയും ഒക്കെ വെള്ളമൊക്കെ കുടിപ്പിച്ച് ഇവിടെ അങ്ങ് ഇരിക്കാം. ഉത്തരം പറഞ്ഞു, ശരിയാണ്, എനിക്കിപ്പോ എന്തായാലും കൊട്ടാരത്തിൽ കയറാൻ പറ്റില്ല, എനിക്കൊന്ന് ശ്വാസം വിടണം എന്ന് പറഞ്ഞു. ഉത്തരനാകെ സ്റ്റക്കായി നിൽക്കുകയാണ്. ചില ഗോപാലന്മാരെയൊക്കെ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവര് 2 പേരും എന്ത് ചെയ്ത്, അർജുനനും ഉത്തരനും കൂടെ കുറച്ച് പശുക്കളെല്ലാം അഴിച്ച് കുതിരകളെയൊക്കെ അഴിച്ചു വിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള ഗോപന്മാരെയൊക്കെ വരുത്തിയിട്ട് ബാക്കിയുള്ള പശുവിനെ നോക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പശുക്കളെയെല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇവര് 2 പേരും കുറച്ചു നേരം ആ മരത്തിന്റെ ചോട്ടിലിരിക്കുകയും രാജധാനിയിൽ പോയിട്ട് രാജാവിനോട് പറയേണ്ട രീതിയെ കുറിച്ചൊക്കെ ഇവരൊന്ന് പ്ലാൻ ചെയ്യാണ്. നേരം കുറച്ച് വൈകി തുടങ്ങിയപ്പം 2 പേരും കൊട്ടാരത്തിലേക്ക് പോയി. ഗോക്കള അപഹരിച്ചു, ഈ പശുക്കളെയൊക്കെ കട്ടോണ്ടുപോയി ഈ തൃകർത്തന്മാര്. അവരെ ജയിച്ചിട്ട് വിരാട് രാജാവ് വേഷം മാറി 4 പാണ്ഡവന്മാരോടും കൂടി മടങ്ങിയെത്തി. അതായത് തൃകർത്തരമാരാണല്ലോ ആദ്യം വന്നിട്ട് പശുക്കൾ അപഹരിച്ചത്. അപ്പൊ ആ ഗ്യാപ്പിലാണ് ഈ കൗരവന്മാരും കയറിയത്. കൗരവന്മാരുടെ യുദ്ധം വെട്ടിയത് അർജുനനും ഉത്തരനുമാണ്. അതിനു മുമ്പേ ബാക്കി 4 പാണ്ഡവന്മാര് പോയിട്ടാണ് രാജാവിന്റെ കൂടെ പോയിട്ട് തൃകർത്തന്മാരോട് യുദ്ധം ചെയ്തത്. ആ 4 പാണ്ഡവന്മാരും വേഷം മാറിയിരിക്കുന്ന ഭീമനും നകുലനും സഹദേവനും യുധിഷ്ഠിരനും, ഇവര് 4 പേരും നമ്മുടെ ഈ പറയുന്ന മത്സ്യരാജാവും കൂടെ അവിടുത്തെ യുദ്ധമൊക്കെ തീർത്തുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പൗരജനങ്ങൾ, ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം അവരെ അങ്ങ് അഭിനന്ദിച്ചു. കൂട്ടത്തില് സ്വന്തം മകനായ ഉത്തരനെ കാണുന്നില്ലല്ലോ. രാജാവ് ചിന്തിച്ചു, എവിടെ ഉത്തരനെ കാണുന്നില്ലല്ലോ, അവൻ എവിടെ പോയി എന്ന് ചോദിച്ചു. അന്നേരം അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, പ്രഭോ, അങ്ങ് ഇവിടുന്ന് തൃകർത്തന്മാരുമായിട്ട് യുദ്ധത്തിന് പോയില്ലേ? ആ സമയത്ത് നമ്മുടെ ബാക്കി പശുക്കള്, അതായത് അങ്ങ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ തൃകർത്തന്മാരാണ് ആദ്യം നമ്മുടെ പശുക്കളെ അപഹരിച്ചുകൊണ്ട് പോയത്, അല്ലെ? അപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോയ സമയത്ത് പശുക്കൾ ആ യുദ്ധം കണ്ട് പേടിച്ച് നമ്മുടെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു വന്ന പശുക്കളെ കൗരവന്മാര് വന്നിട്ട് പിടിച്ചുകൊണ്ടുപോയി. ആ സമയത്ത് ഇവിടെ ആരും ഇല്ലല്ലോ. രാജ്യത്തെയും പശുക്കളെയെല്ലാം അങ്ങയുടെ മകനായ ഉത്തരനല്ലേ ഏൽപ്പിച്ചു പോയത്. ഉത്തരൻ എന്ത് ചെയ്തു? നമ്മുടെ ബൃഹനളയോട് പറഞ്ഞു തേരെടുക്കാൻ. അങ്ങനെ തേരും എടുത്ത് ബൃഹനളയെ സാരഥിയാക്കിക്കൊണ്ട് യുദ്ധത്തിന് പോയേക്കാണ്.
കൗരവപക്ഷത്തുള്ള ഭീഷ്മൻ, ദ്രോണൻ, കർണൻ, നൃപൻ, ദുര്യോധനൻ ഇവരോടൊക്കെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാനാണ് ഉത്തരം പോയിരിക്കുന്നത്. ആ സാഹസ ബുദ്ധിയെ പറ്റി അഭിമാനം തോന്നിയെങ്കിലും മത്സ്യരാജാവ് ചിന്തിക്കണം, ഓ ഇവരൊക്കെ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ പക്ഷത്ത്, കൗരവ പക്ഷത്ത്, അവരോടൊക്കെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ ഉത്തരൻ പോയതൊരു വലിയ സാഹസമാണ്. എന്നാൽ കൂടിയും ഇനി അവന് വല്ല ആപത്തും പറ്റി കാണോ? ആകെ മത്സ്യരാജാവ് വിഷമിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്റെ എല്ലാ സൈന്യങ്ങളെയും ഉടനെ തന്നെ ഉത്തരന്റെ സഹായത്തിന് വേണ്ടി അയക്കാൻ പറഞ്ഞു മത്സ്യരാജാവ്. രാജാവിന്റെ പരിഭ്രമം കണ്ടപ്പോഴേക്കും നമ്മുടെ കങ്കബ്രാഹ്മണന്റെ വേഷത്തിലുള്ള ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ പറഞ്ഞു. കങ്കബ്രാഹ്മണന്റെ വേഷത്തിലാണ് യുധിഷ്ഠിരൻ അവിടെയുള്ളത്. വിരാട് രാജാവ് ടെൻഷൻ അടിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ ധർമ്മപുത്രര് പറഞ്ഞു, രാജാവേ പരിഭ്രമിക്കണ്ട, ബൃഹനളയാണ് അവന്റെ സാരഥി എങ്കിൽ, ഉത്തരനെയും കൊണ്ടുപോയത് ബൃഹനളയാണെങ്കിൽ കൗരവന്മാരെ ജയിച്ചിട്ട് പശുക്കളെയും കൊണ്ട് അവര് തിരിച്ചു വരും. അങ്ങ് ധൈര്യമായിരിക്കൂ, ഇനി ഒരു സൈന്യത്തെയും അങ്ങ് അയക്കണ്ടെന്ന് പറഞ്ഞു. കൗരവന്മാരെ മാത്രല്ല ദേവന്മാരെ കൂടി ജയിക്കാൻ കഴിവുള്ളവനാണ് ബൃഹനളൻ എന്ന് നമ്മുടെ ധർമ്മപുത്രൻ പറഞ്ഞു. നമ്മുടെ ലൈവ് എത്ര ഷെയർ ആയിന്ന് ആരും മെസ്സേജ് ഇട്ടില്ല? ആരെങ്കിലും മെസ്സേജ് ഇട്ടു കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉത്തരൻ പറഞ്ഞു വിട്ട ദൂതന്മാര് വന്നിട്ട്, ഉത്തരൻ കുറച്ച് ദൂതന്മാരെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടു. ദൂതന്മാര് വന്നിട്ട് ഉത്തരൻ വിജയിച്ചിരിക്കുകയാണ് കൗരവന്മാരെ എന്നുള്ള കാര്യം രാജാവിനെ അങ്ങ് അറിയിച്ചു. രാജാവിന് അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ദൂതന്മാർക്ക് ഉടനെ രാജാവ് കുറെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. 495 മാക്സിമം പെട്ടെന്ന് ലൈവ് ഷെയർ ചെയ്ത് 500 ആക്കും. നമ്മുടെ ടാർഗറ്റ് 500 ആണ്. ഉത്തരന്റെ ഈ ഒരു വിജയവാർത്ത കേട്ടപ്പോഴേക്കും ആകപ്പാട് രാജാവിനങ്ങ് സന്തോഷം. മഹാവീരശൂര പരാക്രമികളായിരിക്കുന്ന കൗരവന്മാരെ അല്ലേ സ്വന്തം മകൻ ജയിച്ചിരിക്കുന്നത്, അതും ഒറ്റയ്ക്ക്. ഉടനെ രാജാവ് എന്ത് ചെയ്ത് സമ്മാനങ്ങൾ കൊടുത്തു ഈ ദൂതന്മാർക്ക്. ഉത്തരന് രാജകീയമായിരിക്കുന്ന ഒരു സ്വീകരണത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു. 210 ആണ്. ഏതാണ് കൗണ്ട്? കറക്റ്റ് കൗണ്ട് ഇട്ടെ, മാക്സിമം ലൈവ് ഷെയർ ചെയ്യും. അങ്ങനെ ഉത്തരന് വേണ്ട സ്വീകരണമൊക്കെ കൊടുക്കണമെന്ന് രാജാവ് പറഞ്ഞു. പിന്നീട് സന്തുഷ്ട മനസ്സോടുകൂടി രാജാവ് എന്ത് ചെയ്ത് കങ്കബ്രാഹ്മണനെ വിളിച്ചു, നമ്മുടെ യുധിഷ്ഠിരനെ. ഞാൻ ഇന്ന് എന്തുകൊണ്ടും സന്തോഷവാനാ കങ്ക, നമുക്കൊരു ചൂത് കളിച്ചാലോ എന്നങ്ങ് ചിന്തിച്ചു. ഇന്ന് വളരെ ഷെയറിങ് കുറവാണല്ലോ, 283. നമ്മുടെ ടാർഗറ്റ് 500 ആണ്. 500 ടാർഗറ്റ് എത്തിയാലേ കിച്ചൂട്ടനും നമ്മുടെ കഥയ്ക്കും ഒക്കെ ഒരു രസം വരും. മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. കങ്കബ്രാഹ്മണനോട് പറഞ്ഞു, ഇന്ന് നമുക്കൊരു പിടുത്തം പിടിക്കാന്ന് മത്സ്യരാജാവ് പറഞ്ഞു. യുധിഷ്ഠിരൻ പല പ്രാവശ്യം ഇപ്പൊ വേണ്ട, അത് പിന്നെ ആവട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ രാജാവിന് ഒരേ നിർബന്ധം, ഇപ്പൊ തന്നെ കളിക്കണം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് രാജാവ് എന്ത് ചെയ്തു, രാജാവിന്റെ മകന്റെ യുദ്ധ സാമർത്ഥ്യത്തെ പറ്റി അങ്ങ് രാജാവ് പുകഴ്ത്താൻ തുടങ്ങി. ഇന്നലെ നമ്മുടെ ഉത്തരം കുറെ പുകഴ്ത്തിയതാണ് അന്തപുരത്തിലെ സ്ത്രീകളോട്. ഇന്നിപ്പൊ രാജാവ് തന്നെ മകന്റെ യുദ്ധ സാമർത്ഥ്യത്തെ പറ്റി അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി. കൗരവന്മാരെയൊക്കെ ജയിച്ചത് കൊണ്ട് ഉത്തരൻ ഒരു നല്ല യോദ്ധാവായി തീർന്നിരിക്കുകയാണ് എന്റെ മകൻ എന്നങ്ങ് കങ്കബ്രാഹ്മണനോട് മത്സ്യരാജാവ് പറഞ്ഞു. ബൃഹനളൻ സാരഥിയായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ നടക്കാത്തത്? ഇതങ്ങ് രാജാവിന് പിടിച്ചില്ല. ബൃഹനളനെ അങ്ങ് പ്രശംസിച്ചത് രാജാവിന് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. പ്രശംസിച്ചത് ആരാ? ധർമ്മപുത്രൻ. അദ്ദേഹം കുറച്ച് ഗൗരവഭാവത്തില് നമ്മുടെ മത്സ്യരാജാവ് പറഞ്ഞു, എടോ ബ്രാഹ്മണധാമ, നീ എന്റെ മകനോടൊപ്പാണോടാ ആ ഷണ്ഠന്റെ കൂടെ ചേർത്ത് പറയുന്നത്? ബൃഹനള എന്ത് ആണും പെണ്ണും കേട്ട ഒരു ഷണ്ഠൻ, ഇവിടെ അന്തപുരത്തിലെ സ്ത്രീകൾക്ക് കുറച്ച് നൃത്തം പഠിപ്പിക്കാൻ വന്നവൻ, അവന്റെ കൂടെയാണോ എന്റെ മകൻ ഉത്തരനെ നീ ചേർത്ത് പറയുന്നത്? ഭീഷ്മദ്രോണാദികളെ ജയിക്കാൻ എന്റെ മകൻ മതി എന്നുള്ള കാര്യം നിനക്കറിയില്ല കങ്കബ്രാഹ്മണ എന്ന് പറഞ്ഞു. എന്തായാലും ശരി, നിന്റെ അറിവില്ലായ്മയെ ഞാനിപ്പോ ക്ഷമിക്കുന്നു. ഇനി മേലാൽ ഇത്തരം സംസാരങ്ങൾ നീ മിണ്ടിപ്പോവരുത്, മനസ്സിലായോ നിനക്ക് എന്ന് പറഞ്ഞു. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, അങ്ങേക്ക് അറിയാത്തത് കൊണ്ടാണ് ഭീഷ്മദ്രോണാദികൾ നയിക്കപ്പെടുന്ന ദുര്യോധന സൈന്യത്തെ മാത്രമല്ല
ദേവേന്ദ്ര സൈന്യം എതിർത്ത് വന്നാൽ കൂടി പെട്ടെന്ന് പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളാണ് ഈ ബൃഹനള. പോരിൽ സുരനായാലും ശരി അസുരന്മാരായാലും ശരി അവരെ വെല്ലാൻ കഴിവുള്ള ബൃഹനളയുടെ സാന്നിധ്യം കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഉത്തരന് കൗരവ സൈന്യത്തെ ജയിക്കാൻ പറ്റിയത്. അങ്ങ് എന്ത് പറഞ്ഞാലും ശരി, ബൃഹനളയുടെ ആ ഒരു സാരഥിയായിരിക്കുന്ന കഴിവ് അത് തന്നെയാണ് ഉത്തരൻ ജയിക്കാൻ കാരണം. ഇത്രയും കേട്ടപ്പോ മത്സ്യരാജാവിന് വീണ്ടും ദേഷ്യം. അദ്ദേഹത്തിന് ദേഷ്യം സഹിച്ചില്ല. എന്റെ മകന് ഒരു ഷണ്ഡന്റെ സഹായം കൊണ്ടാണ് യുദ്ധം ജയിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞ കങ്കനായിരിക്കുന്ന കങ്കബ്രാഹ്മണന്റെ വേഷത്തിലിരിക്കുന്ന ധർമ്മപുത്രരുടെ മുഖത്തേക്ക് ചൂത് കളിക്കുന്ന ആ പലകയിലുള്ള ഒരു ചൂതെടുത്തിട്ട് രാജാവ് ഒരൊറ്റ ഏറിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ധർമ്മപുത്രരുടെ മൂക്കിൽ നിന്ന് ചോര വന്നു. അടുത്തു നിന്ന സൈരന്ധ്രിയന്റേത് ഒരു പാത്രത്തിൽ വെള്ളവുമായി വന്ന് ആ രക്തം നിലത്ത് വീഴാതെ ആ പാത്രത്തിൽ ശേഖരിച്ചു. ആ സമയത്താണ് ദ്വാരപാലകന്മാര് വന്നിട്ട് പറയുന്നത്, കൊട്ടാരത്തിലെ ദ്വാരപാലകന്മാര് വന്നിട്ട് ഉത്തരനും ബൃഹനളയും കൂടെ നമ്മുടെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ട്, രാജാവിന്റെ ആജ്ഞ കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, പെട്ടെന്ന് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. പിന്നെ രാജാവ് അങ്ങനെ കൽപ്പന കൊടുത്തെങ്കിലും യുധിഷ്ഠിരൻ സ്വകാര്യമായിട്ട് ദ്വാരപാലകനോട് പറഞ്ഞു, ഉത്തരനെ മാത്രം കൊണ്ടുവന്നാൽ മതി, ബൃഹനളയെ കൂട്ടണ്ടെന്ന്. കാരണം എന്താണെന്നറിയോ? യുധിഷ്ഠിരന്റെ മൂക്കിലൂടെ ചോര വരുന്നത് ബൃഹനളയുടെ വേഷത്തിലിരിക്കുന്ന അർജുനന് സഹിക്കൂല. അത് അർജുനൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അവൻ അതിന്റെ കാരണം അറിഞ്ഞാൽ മത്സ്യരാജാവിന്റെ കഥ കഴിക്കും. അതുകൊണ്ട് ഇപ്പോ ബൃഹനളയെ കൊണ്ടുവരുന്നത് എന്താണ്? രാജാവിന് ആപത്താകും. ദയവായി എന്തെങ്കിലും സംശയങ്ങൾ യാത്രയെക്കുറിച്ചോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇടാം. ക്ലാസിന്റെ ഇടയ്ക്ക് ഇടരുത്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. കാരണം എൻ്റെ ശ്രദ്ധ ആ ഇട്ടിരിക്കുന്ന മെസ്സേജിലേക്ക് പോകും. അപ്പോൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. എന്ത് സംശയം ഉണ്ടെങ്കിലും മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടുള്ളൂ. ഇന്ന് ഞാനൊരു 100-500 മെസ്സേജ് നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരുടെ മെസ്സേജായി നോക്കുമ്പോൾ അതിന് ഞാൻ കൃത്യമായി ഉത്തരം തരും. അതുകൊണ്ട് ധൃതി പിടിക്കേണ്ട, മെസ്സേജ് അതിലിട്ട് വെച്ചോളൂ, കണ്ടോളും, അതിന് ഉത്തരം തരും. ഓക്കെ? അതുകൊണ്ട് ഇനി ആരും അങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മുടെ ക്ലാസിൻ്റെ ഇടയ്ക്ക് ഇടരുത്. താങ്ക് യു ശ്രുതി പ്രഭു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ ബൃഹനളയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് നമ്മുടെ സൈന്യാധിപന്മാരോട് ആര് പറഞ്ഞു? യുധിഷ്ഠിരൻ പറഞ്ഞു. കാരണം ഈ ചോര വരുന്നത് കാണുമ്പോൾ ബൃഹനളയായിരിക്കുന്ന അർജുനൻ വന്നിട്ട് ചോദിക്കും, എന്താ ചേട്ടാ പറ്റിയതെന്ന് ചോദിക്കും. മത്സ്യരാജാവ് ചൂതെടുത്ത് എറിഞ്ഞതാന്ന് പറയും. മത്സ്യരാജാവിന്റെ തല കാണില്ല. പിന്നെ അങ്ങനെ ഉത്തരൻ തനിയെ വന്നിട്ട് രാജാവിനെ ഒന്ന് വന്ദിച്ചു. പിന്നെ കങ്കനായിരിക്കുന്ന ബ്രാഹ്മണനായിരിക്കുന്ന യുധിഷ്ഠിരനെയും വന്ദിച്ചു. ഉത്തരം മാത്രം കേട്ടോ. അപ്പോഴാണ് കണ്ടത് ഈ യുധിഷ്ഠിരന്റെ മൂക്കിലൂടെ ചോര വരുന്നുണ്ട്. ആകപ്പാട് നമ്മുടെ ഉത്തരൻ വിഷമിച്ചു. എന്നിട്ട് ഉത്തരൻ ഉടനെ പോയിട്ട് അച്ഛനോട് ചോദിച്ചു, ആരാ അച്ഛ അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് അവനെ ഉപദ്രവിച്ചിരിക്കുന്നത്. എന്റെ സ്വഭാവം വെച്ച് ഞാൻ അവനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇതിലധികം ഞാൻ അവന് കൊടുക്കേണ്ടതായിരുന്നു. കാരണം എന്താണെന്നറിയോ നിനക്ക്? ശൂരനായിരിക്കുന്ന എന്റെ മകനായ നിന്നെ ഞാൻ പുകഴ്ത്തുന്ന സമയത്ത് ഇവൻ ആണും പെണ്ണും കെട്ടാ ബൃഹനളയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ തേരോടിച്ചിട്ടാണ് നിനക്ക് ജയം കിട്ടിയെന്നാ ഇവൻ പറയുന്നത്. എനിക്കത് എങ്ങനെ സഹിക്കാൻ പറ്റും? എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഉടനെ ഉത്തരം പറഞ്ഞു, പിതാവേ, അങ്ങ് ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഉടനെ തന്നെ കങ്കബ്രാഹ്മണനോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കണം. അല്ലെങ്കിൽ ബ്രാഹ്മണ കോപം നമ്മുടെ വംശത്തെ മുഴുവൻ നശിപ്പിക്കുന്നു പറഞ്ഞു.
ഉത്തരന്റെ വാക്ക് കേട്ടപ്പോഴേക്കും മത്സ്യരാജാവ് നേരെ കങ്കബ്രാഹ്മണന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു. രാജാവേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഈ രക്തം ഭൂമിയിൽ വീണു പോയെങ്കിൽ അങ്ങും അങ്ങയുടെ രാജ്യവും നശിച്ചു പോയനെ. യുധിഷ്ഠിരന്റെ മൂക്കിൽ നിന്നുള്ള ആ രക്തസ്രാവം, ആ രക്തം വരുന്നത് നിന്നപ്പോ ബൃഹനളയനെയും രാജാവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രാജാവ് ഉത്തരനോട്, കൗരവന്മാരോട് യുദ്ധം ചെയ്തതിനെ പറ്റി നീ ഒന്ന് വിസ്തരിച്ചു പറ മോനെ എന്ന് പറഞ്ഞു. ഉത്തരം പറഞ്ഞു, അങ്ങ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ കൗരവ സൈന്യത്തെ കണ്ടിട്ട് പേടിച്ചോടുകയായിരുന്നു. ആ സമയത്ത് ഒരു ദേവകുമാരൻ അവിടെ വന്നിട്ട് എന്നെ സമാധാനിപ്പിച്ചു അച്ഛാ. എന്നിട്ട് തേരിലിരുത്തി. അദ്ദേഹമാണ് യുദ്ധം ചെയ്ത് കൗരവരെയൊക്കെ ജയിച്ചിരിക്കുന്നത്. ഭീഷ്മൻ, ദ്രോണൻ, കർണൻ, സുയോധനൻ എല്ലാവരെയും പരാജയപ്പെടുത്തിയിട്ട് നമ്മുടെ രാജ്യത്തെയും ഗോക്കളെ എല്ലാം തിരിച്ചു പിടിച്ചത് ആ ദേവകുമാരനാണ്. അവരെല്ലാം ധരിച്ചിരിക്കുന്ന, കൗരവന്മാരൊക്കെ ധരിച്ചിരിക്കുന്ന പട്ടുവസ്ത്രങ്ങൾ, വിലയേറിയ പട്ടുവസ്ത്രങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഇരുന്നിട്ടേ ഉള്ളൂ അച്ഛാ. യുദ്ധമൊക്കെ ചെയ്തത് ആ ദേവകുമാരനാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ അച്ഛൻ ചോദിച്ചു, ആണോ? എന്നിട്ട് ആ ദേവകുമാരൻ എവിടെ? അദ്ദേഹത്തെ ഉടനെ എനിക്ക് കാണണം. മത്സ്യരാജാവായിരിക്കുന്ന വിരാട് രാജാവ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേഗം ആ ദേവകുമാരനെ കാണണം എന്ന് പറഞ്ഞു. കുമാരൻ എന്തു ചെയ്തു? ഉത്തരൻ ബൃഹനളയുടെ രഹസ്യം ഒന്നും വെളിപ്പെടുത്താതെ, ആ ദേവകുമാരൻ ഇവിടെ മറഞ്ഞിരിക്കുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ അങ്ങയുടെ മുമ്പിൽ ആ ദേവകുമാരൻ പ്രത്യക്ഷപ്പെടും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നീട് രാജാവിന്റെ സമ്മതത്തോടെ കൗരവന്മാരുടെ വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ അന്തപുരത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ കൊടുത്തു. ബൃഹനള അദ്ദേഹത്തിന്റെ രഹസ്യവും വെളിപ്പെടുത്തിയില്ല. ഉത്തരകുമാരന് പാണ്ഡവന്മാരുടെ മുഴുവൻ രഹസ്യം അറിയാം എങ്കിൽ കൂടിയും സമയം വരട്ടെ എന്ന് കരുതിക്കൊണ്ട് ഉത്തരനൊന്നും ആ രാജ്യസഭയിൽ പറഞ്ഞില്ല. രാജാവോ, ഉത്തരം പറഞ്ഞത് ശരിയാണ്, ദേവകുമാരൻ വരും എന്നും കരുതിക്കൊണ്ട് രാജ്യത്തെയും ഗോക്കളെയും രക്ഷിച്ച ആ ദേവകുമാരനെ കാണാനുള്ള ഒരു ഉത്സാഹത്തോടെ രാജാവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ബിന്ദുമേ, അങ്ങനെ ഉത്തരൻ എന്തു ചെയ്ത് പശുക്കളെയൊക്കെ വീണ്ടെടുത്തതിന്റെ 3-ാമത്തെ ദിവസം പാണ്ഡവന്മാര് വ്രതമൊക്കെ അവസാനിപ്പിച്ചിട്ട് കുളിച്ച് ശുദ്ധരായി രാജകീയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സർവ അലങ്കാരത്തോടും കൂടി സഭയിൽ അങ്ങോട്ട് പ്രവേശിച്ചു, രാജ്യസഭയിൽ. എന്നിട്ട് അവരവരുടെ സ്ഥലത്തിൽ അങ്ങ് ഇരുന്നു. സൈരന്ധ്രി എന്ത് ചെയ്തു? പാഞ്ചാലിയുടെ വേഷങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ധർമ്മപുത്രരുടെ അടുത്ത് വന്നിട്ട് പാഞ്ചാലി ഇരുന്നു. സദസ്സിലുണ്ടായവരൊക്കെ അങ്ങ് ഞെട്ടിപ്പോയി. ഇതാര്? പാണ്ഡവന്മാരോ? ഇത് പാഞ്ചാലിയോ എന്ന് കരുതി. ആരായിരിക്കും ഈ പുതിയ രാജകുമാരന്മാര് എന്നാണ് ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ രാജാവ് ഇതൊന്നും അറിയാതെ സദസ്സിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ഇവരെ കണ്ടപ്പോ ആശ്ചര്യത്തെക്കാൾ കൂടുതൽ അങ്ങ് ദേഷ്യം വന്നു. അദ്ദേഹം ചോദിച്ചു, കങ്കനായിട്ടിരിക്കുന്നത് ധർമ്മപുത്രരാണല്ലോ. ഉടനെ ധർമ്മപുത്രരൊക്കെ വന്നിരിക്കുകയാണ്. ഈ 5 പേരും ഇരിക്കുന്നുണ്ട്, പാഞ്ചാലി ഇരിക്കുന്നുണ്ട്. ഉടനെ നമ്മുടെ രാജാവ് ചോദിച്ചു, എടോ കങ്ക, നിന്നെ ഞാൻ ചൂതുകളിയില് സദസ്സിനായിട്ടല്ലേ നിന്നെ ഞാൻ സ്വീകരിച്ചത്? ഇപ്പൊ നീ ഇതുപോലെയൊക്കെ അണിഞ്ഞൊരുങ്ങി ഈ വിശിഷ്ടമായിരിക്കുന്ന സ്ഥാനത്ത് നീ എന്തിനാടാ കയറിയിരിക്കുന്നത് എന്നങ്ങ് രാജാവ് ചോദിച്ചു. രാജാവിന്റെ ഈ ചോദ്യത്തിന് അർജുനൻ കയറി മറുപടി പറഞ്ഞു, ഹേ രാജാവേ, ഇദ്ദേഹം ഇന്ദ്രാസനത്തിൽ ഇരിക്കാൻ പോലും അർഹനാണ്. വീരന്മാരിൽ വെച്ച് വീരനായ ഇദ്ദേഹത്തിന്റെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചിരിക്കുകയാണ്. ധർമ്മമൂർത്തിയായിരിക്കുന്ന ഇദ്ദേഹമാണ് പാണ്ഡവന്മാരിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിരിക്കുന്ന ധർമ്മപുത്രൻ.
സത്യധർമാദികളുടെ പരിപാലനത്തിനായി 12 വർഷം വനവാസം അവസാനിപ്പിച്ച് 1 കൊല്ലത്തെ അജ്ഞാതവാസത്തിനായി അങ്ങയുടെ അടുത്ത് വന്ന് വേഷം മാറി താമസിച്ചത് അങ്ങയുടെ മഹാഭാഗ്യമെന്ന് കരുതൂ. പ്രതിജ്ഞ നിറവേറ്റിക്കഴിഞ്ഞ കുറ്റകൃത്യനും ഭരത ചക്രവർത്തിയുമായ സാക്ഷാൽ യുധിഷ്ഠിരനാണ് ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നത്. രാജാവ് ഇത് കേട്ടപ്പോഴേക്കും ആശ്ചര്യം കൊണ്ടും സന്തോഷം കൊണ്ടും അങ്ങനെ കല്ല് പോലെ നിൽക്കുകയാണ്. ഉടനെ അർജുനൻ പറഞ്ഞു, മതിച്ചു നിൽക്കുന്ന ആനകളോടും സിംഹങ്ങളോടും മല്ലുപിടിച്ച് അന്തപുരത്തെ സ്ത്രീകളെ വിനോദിപ്പിച്ചിരുന്ന അരിവെപ്പുകാരനായിരിക്കുന്ന വല്ലഭ ബ്രാഹ്മണൻ വായുപുത്രനായിരിക്കുന്ന ഭീമസേനല്ലാതെ മറ്റാരുമല്ല. ഇത്രയും കാല് രാജകൊട്ടാരത്തിന്റെ അടുക്കളയിൽ കഴിഞ്ഞിരിക്കുന്ന അരിവെപ്പുകാരൻ അത് ഭീമസേനനാണ് എന്ന് പറഞ്ഞു. അങ്ങയുടെ സേനാധിപതിയായിരിക്കുന്ന ദുഷ്ടനായിരിക്കുന്ന കീചകനെ കൊന്നതും ഇതേ ഭീമസേനനാണ്. പിന്നെ ഭവാന്റെ അശ്വപാലകനായി നിന്ന ആൾക്കാര് പരന്തപാഘ്രണിയായിരിക്കുന്ന നകുലനായിരുന്നു. ഗോപാലകനായി നിന്നവൻ മഹാരഥനായിരിക്കുന്ന സഹദേവനാണ്. ഇവർ ഓരോരുത്തരും 1000 മഹാരഥന്മാരോട് ഒറ്റയ്ക്ക് പോരടിക്കാൻ കഴിവുള്ള ആൾക്കാരായിരുന്നു. അങ്ങേക്കറിയാലോ പഞ്ചപാണ്ഡവന്മാരുടെ ശക്തി എന്താണെന്ന്. ഹന്തപുരത്തില് രാജ്ഞിയെ അലങ്കരിക്കാൻ നിന്നിരുന്ന ചാരുസ്മിതയും സുന്ദരിയുമായ സൈരന്ധ്രി പാഞ്ചാല രാജപുത്രിയായിരിക്കുന്ന ദ്രൗപദിയായിരുന്നു. ഇവൾ മൂലമാണ് കാമ സ്വഭാവമുണ്ടായിരുന്ന കീചകന് മരണം ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവരെല്ലാവരെയും പരിചയപ്പെടുത്തിയ സമയത്ത് ഞാൻ ആരാണെന്ന് അങ്ങേക്കിപ്പൊ ബോധ്യം വന്നിരിക്കും അല്ലേ രാജാവേ എന്ന് ചോദിച്ചു. അങ്ങയുടെ പുത്രനായിരിക്കുന്ന ഉത്തരന്റെ കൂടെ ബൃഹനളയുടെ വേഷത്തിൽ സാരഥിയായി പോയി കൗരവന്മാരെ ജയിച്ചുകൊണ്ട് ഗോക്കളെ എല്ലാം മടക്കിക്കൊണ്ടുവന്ന ഞാൻ ഇന്ദ്രപുത്രനായിരിക്കുന്ന അർജുനൻ തന്നെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ആരാലും അജ്ഞാതരായി 1 വർഷം അങ്ങയുടെ രാജധാനിയിൽ സുഖമായി കഴിച്ചുകൂട്ടി. അങ്ങനെ അജ്ഞാതവാസവും കഴിഞ്ഞ് ഞങ്ങളിപ്പോ സ്വതന്ത്രരായിരിക്കുകയാണ്. അർജുനൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ ഉത്തരം പറഞ്ഞു, ഈ അർജുനനാണ് പശുക്കളെയൊക്കെ വീണ്ടെടുത്ത ദേവകുമാരൻ. അങ്ങ് ചൂതെറിഞ്ഞ് മുറിപ്പെടുത്തിയത് സാക്ഷാൽ യുധിഷ്ഠിര മഹാരാജാവിനെയാണ്. പാണ്ഡവന്മാർ 1 കൊല്ലം ഇവിടെ താമസിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ത്രികർത്തന്മാരുടെ ബന്ധനത്തിൽപ്പെട്ട തന്നെ രക്ഷിച്ചത് മഹാബലശാലിയായ ഭീമസേനനാണെന്നും താൻ അക്ഷം കൊണ്ടെറിഞ്ഞത് തന്റെ രക്ഷാകർത്താവായിരിക്കുന്ന യുധിഷ്ഠിരനെയാണെന്ന് അറിഞ്ഞപ്പോ വിരാട് രാജാവിനുണ്ടായ പേടി, വിരാട് രാജാവ് കേട്ടെന്നിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. പാണ്ഡവന്മാരിവിടെ ഇല്ലായിരുന്നെങ്കിൽ ത്രികർത്തന്മാരും കൗരവന്മാരും കൂടി നമ്മുടെ രാജ്യം മൊത്തം നശിപ്പിച്ച് അതാലോചിക്കാൻ പോലും നമ്മുടെ മത്സ്യരാജാവിന് ശക്തിയില്ല. ഉടനെ രാജാവ് എങ്ങനെയാണ് ഇവരോട് നന്ദി പറയാ, എങ്ങനെയാണ് ഇവരെ ഞാൻ നന്ദി കൊണ്ട് മൂടുക എന്നറിയാതെ ഈ മത്സ്യരാജാവ് കിടന്ന് വിഷമിക്കാൻ തുടങ്ങി. അവസാനം ഉത്തരനോട് ആലോചിച്ചിട്ട് ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ പെങ്ങൾ ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. വിരാട് രാജാവ് നേരെ ധർമ്മപുത്രന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, നിങ്ങളെല്ലാവരും 1 വർഷം ഇവിടെ വേഷം മാറി താമസിച്ചു. ആ കാലത്തില് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ നിങ്ങളോടൊക്കെ ചെയ്തു. അറിവില്ലാതെ എൻ്റെ ഭാഗത്തുണ്ടായ എല്ലാ തെറ്റുകളും അവിടുന്ന് പൊറുക്കണേ. ഇതിനിടയിൽ ഒരുപാട് ആപത്തുകളൊക്കെ വന്നു. അതെല്ലാം രക്ഷിച്ചത് നിങ്ങളാണ്. ഞങ്ങളുടെ ഈ രാജ്യം മുഴുവൻ നിങ്ങളുടെ കാൽക്കൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അർജുനൻ എൻ്റെ മകളായ ഉത്തരയെ വിവാഹം ചെയ്ത് നമ്മുടെ സ്നേഹബന്ധം കുറച്ചും കൂടെ ഉറപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ധർമ്മരാജാവേ, അങ്ങ് അതിനെ അനുവദിക്കണം എന്ന് മത്സ്യരാജാവ് ധർമ്മപുത്രരോട് ചോദിച്ചു. ധർമ്മപുത്രർ ഇതങ്ങനെ കേട്ടിട്ട് നേരെ അർജുനനെ നോക്കി. വിരാട് രാജാവും അർജുനന്റെ അടുത്ത് ചെന്നിട്ട് ഇതേ അപേക്ഷ വെച്ചു.
ഉടനെ പാർത്ഥൻ പറയാണ്, രാജാവേ, അങ്ങയുടെ മകളെ ഞാൻ സ്വീകരിക്കാം, പക്ഷേ അങ്ങ് പറഞ്ഞ നിലയിലല്ല, സനുക്ഷയായിക്കൊണ്ട് ഞാൻ സ്വീകരിക്കാം. മത്സ്യന്മാർക്കും പാണ്ഡവന്മാർക്കും ബന്ധുത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. നിങ്ങൾ രാജവംശത്തിൽപ്പെട്ട ആൾക്കാരല്ലേ. പാണ്ഡവന്മാർക്കും നല്ലൊരു ബന്ധം ഉണ്ടാവാന്ന് പറയുന്നൊക്കെ നല്ല തന്നെ. ഞാൻ അന്തപുരത്തില് ബൃഹനളയുടെ വേഷത്തില് നൃത്തങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് താമസിക്കുമ്പോ സ്വന്തം മകളോട് എന്ന പോലെയാണ് ഞാൻ അവളോട് പെരുമാറിയത്. അർജുനൻ പറഞ്ഞു, ഞാൻ നൃത്തങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മകളെ പോലെയാണ് ഞാൻ താങ്കളുടെ മകളെ കണ്ടത്. അവളാണെങ്കിൽ ഒരച്ഛനോട് ഒരാചാര്യനോട് എന്ന രീതിയിലാണ് എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തത്. ഞാൻ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പല മോശം സംസാരങ്ങൾക്കും അപവാദങ്ങൾക്കൊക്കെ അത് കാരണമാവും. അതുകൊണ്ട് ഞാൻ അവളെ എൻ്റെ മകളായിട്ട്, എൻ്റെ മകന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ അതിനൊക്കെ ഒരു മര്യാദയുള്ളൂ. ഒരു മകളെ പോലെ കണ്ട് ഞാൻ നൃത്തം പഠിപ്പിച്ച ആ മകളെ ഞാൻ കല്യാണം കഴിക്കുന്നത് ശരിയല്ല. അങ്ങ് വിഷമിക്കണ്ട, എൻ്റെ മകൻ അവളെ കല്യാണം കഴിക്കും. അങ്ങനെ കൃഷ്ണന്റെ ഭാഗിനേയനും ശാസ്ത്രകോധിതനും മഹാബാഹുമായിരിക്കുന്ന അഭിമന്യുവും എൻ്റെ മകനാണ്. അവൻ ഉത്തരയ്ക്ക് പറ്റിയൊരു ഭർത്താവാണ്. ആ ജാമാതാവിനെ കൊണ്ട് അങ്ങ് സന്തോഷിക്കും. അഭിമന്യു എൻ്റെ മകനാണ്, അങ്ങേക്ക് മരുമകനായി കിട്ടും. പക്ഷെ അങ്ങയുടെ മകൾ ഉത്തര എൻ്റെ മകളായിരിക്കും, മരുമകളല്ല മകളായിരിക്കും. അതുകൊണ്ട് ഉത്തരയെ ഞാൻ എൻ്റെ മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. വിരാട് രാജാവിന് അതങ്ങ് ഭയങ്കരം സന്തോഷമായി. പാണ്ഡവന്മാർക്കും അത് അതിലേറെ സന്തോഷം തോന്നി. പാഞ്ചാലിക്ക് ഒരുപാട് സന്തോഷം. കാരണം മകളായി പാഞ്ചാലിക്ക് ആ മകളെ കിട്ടാൻ പോവാണ്. 13 കൊല്ലത്തെ പ്രതിജ്ഞ നിർവഹിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇങ്ങനെയൊരു മംഗളകർമ്മം നടത്താൻ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഉടനെ എല്ലാ രാജാക്കന്മാർക്കും ക്ഷണം അയച്ചു. ദ്വാരകയിലേക്ക് പ്രത്യേകം ഒരു ദൂതനെ വിട്ടു. എല്ലാവരും എത്തിച്ചേർന്നു. കൃഷ്ണനും ബലരാമനും സുഭദ്രയും അഭിമന്യുവിനെ കൂട്ടി നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചൊരു തേരിൽ കയറ്റിക്കൊണ്ട് കൃഷ്ണൻ അങ്ങനെ വരികയാണ് അടുത്ത കല്യാണത്തിന്. എല്ലാവരുടെയും സാന്നിധ്യത്തില് സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന വിരാട് രാജകുമാരിയായിരിക്കുന്ന ഉത്തരയെ പാർത്ഥൻ എന്തു ചെയ്തു? എഴുന്നേറ്റ് പോയി കൈ കൊടുത്ത് പാഞ്ചാലിയും പാർത്ഥനും എൻ്റെ മകന്റെ ഭാര്യയായി, ഞങ്ങളുടെ മകളായി വരാൻ വേണ്ടി ഉത്തരയെ അങ്ങ് ക്ഷണിച്ചു. മത്സ്യരാജാവ് അങ്ങ് കണക്കില്ലാത്ത സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ധർമ്മപുത്രർ എന്തു ചെയ്തു? ബ്രാഹ്മണർക്കൊക്കെ ഒരുപാട് ദാനം കൊടുത്തു. ഇങ്ങനെ ഉത്തരയുടെയും അഭിമന്യുവിന്റെയും കല്യാണത്തോടുകൂടി നമ്മുടെ ശ്രീ മഹാഭാരത കഥയിലെ വിരാട് പർവം കഥ അവസാനിച്ചു. ഹരേ കൃഷ്ണ. സന്തോഷം. ഇനി ഉദ്യോഗ പർവമാണ്. എന്താണ് ഉദ്യോഗപർവം? സന്തോഷായോ? പത്ത് 17 അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിടില്ല. ഉദ്യോഗപർവത്തില് ഒരു കൂടിയാലോചന നടക്കുകയാണ്. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. എന്താ അത്? ഉത്തരയുടെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും അന്ന് കൊട്ടാരത്തിൽ അങ്ങ് സന്തോഷത്തോടെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം രാവിലത്തെ ദിനകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് 327 ഷെയർ ആയിട്ടേ ഉള്ളൂ. വളരെ മോശം. എല്ലാവരും അവനവന്റെ പേജിലേക്ക് ഷെയർ ചെയ്യും. ഇതുവരേക്കും അവനവന്റെ പേജിൽ ഷെയർ ചെയ്യാത്തവരെല്ലാവരും ഷെയർ ചെയ്ത് പെട്ടെന്നാവട്ടെ. അങ്ങനെ
പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കുളിയും എല്ലാം കഴിഞ്ഞ് രാജാവിന്റെ സദസ്സിൽ എല്ലാവരും എത്തിച്ചേർന്നു. മാന്യവൃദ്ധന്മാരായിരിക്കുന്ന വിരാട് പാഞ്ചാലന്മാർ ഓരോരോ സ്ഥലങ്ങളിൽ അങ്ങിരുന്നു. ശ്രീകൃഷ്ണൻ, ബലരാമൻ, ധർമ്മപുത്രൻ എല്ലാവരും എന്താ പറയാ ഓൾറെഡി അങ്ങിരുന്നു. അതെ, ഇന്ന് ഷെയറിങ് വളരെ കുറവാണ്, വളരെ 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 കുറവാണ്. ഇത് നമ്മൾ കിച്ചൂട്ടനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിപ്പോകും. കാരണം ഭഗവാന്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിച്ചൂട്ടന്റെ കഥ പറയുന്ന സമയത്ത് ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണ്. ആ സമയത്ത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണോ ഭഗവാൻ എല്ലാവർക്കും ഒരുപാട് ദാനം ചെയ്യുന്നത്, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഷെയറിങ് ചെയ്യണം. ഭഗവാൻ ഇഷ്ടം പ്രചരണമാണ്. ഈ പ്രചരണത്തെയാണ് നിങ്ങളോട് ഷെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് വേഗം വേഗം ഷെയർ ചെയ്യും, ഒട്ടും താമസിക്കേണ്ട. FBയിൽ നിന്ന് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കാം നമ്മുടെ ലൈവ്. ആ ഷെയറിങ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരിക്കും, യാതൊരു സംശയമില്ല. മാക്സിമം ഷെയർ ചെയ്യും, ഇഷ്ടം പോലെ ഷെയർ ചെയ്യും. അത് കൂടുതൽ ഐശ്വര്യവും ശ്രേയസ്സും കീർത്തിയും ചെയ്യുന്നവർക്ക് നിശ്ചയമായിട്ടും കൊണ്ടുവരും. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ വിലയേറിയ ഷെയറിങ് അതൊരിക്കലും വെറുതെ ആവില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തരമായ കഥയാണ് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥാനത്തങ്ങിയിരുന്നു. പാണ്ഡവന്മാർ എന്ത് ചെയ്തു? പ്രതിജ്ഞ അനുസരിച്ച് വനവാസവും അജ്ഞാതവാസവും ഒക്കെ കഴിച്ച സ്ഥിതിക്ക് ഇനിയുള്ള ഭാവി പരിപാടികൾ എന്താണ്? അതാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അങ്ങനെ പ്രാരംഭ നടപടികൾക്ക് ശേഷം ഇനി കൃഷ്ണൻ എന്താ പറയുന്നത്? അതാണ് എല്ലാവർക്കും കേൾക്കേണ്ടത്. എല്ലാവരുടെ നോട്ടവും മന്ദസ്മിതമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണന്റെ മുഖത്തേക്കായി. ആ മുഖത്തെ പുഞ്ചിരി അതൊരു വശ്യത തന്നെയാണ്. ഇനി എന്താ കൃഷ്ണൻ പറയാൻ പോകുന്നത്? വനവാസവും അജ്ഞാതവാസവും ഒക്കെ കഴിഞ്ഞു, ഇനി എന്താ പറയാ? സഭയുടെ അഭിപ്രായം കൃഷ്ണനാണ് ഇനി മറുപടി പറയേണ്ടത് എന്നറിഞ്ഞപ്പോൾ ഭഗവാൻ ഉടനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. പാണ്ഡവന്മാരുടെ സ്ഥിതിയെ പറ്റി ഞാനൊന്നും പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ശകുനിയുടെ കള്ളച്ചൂതിന് വഴങ്ങി അപമാനത്തെയും രാജ്യനാശത്തെയും കഠിനമായ ക്ലേശങ്ങളെയും സഹിച്ചത് ഭീരുത്വം കൊണ്ടോ കഴിവുകേടോ കൊണ്ടോ അല്ല. കൃഷ്ണൻ പറയാണ്, സത്യത്തിലും ധർമ്മത്തിലും അവർക്കുള്ള നിഷ്ഠയുടെ ഫലമാണ് അവർ ക്ലേശങ്ങളെല്ലാം അനുഭവിച്ചിരിക്കുന്നത്. രാജ്യത്തെക്കാളും സമ്പത്തിനേക്കാളും അവർ ധർമ്മത്തെയാണ് പ്രധാനമായി കരുതുന്നത്. അതുകൊണ്ട് ഇതുവരെ യുദ്ധമുണ്ടാകാതെ കഴിഞ്ഞു. ഇനിയും സർവനാശകമായ യുദ്ധമില്ലാതെ കഴിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. യുദ്ധമുണ്ടായാൽ ഭീമാർജുനന്മാർ കൗരവന്മാരെ നിഷ്പ്രയാസം സംഹരിക്കും. രാജ്യം ധൃതരാഷ്ട്രനും പാണ്ഡുവിനും അവകാശപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് കൗരവന്മാർക്കും പാണ്ഡവന്മാർക്കും ഒരുപോലെ അവകാശമുള്ളതാണെന്നും ഒരുപോലെ വാദമുണ്ടാവും. അതിനാൽ പാതി രാജ്യമെങ്കിലും പാണ്ഡവന്മാർക്ക് കൊടുത്തുകൊണ്ട് വാദം അവസാനിപ്പിക്കുക. അതാണ് നല്ലതെന്ന് ദൂതന്മാർ മുഖാന്തരം ദുര്യോധനെ ബോധ്യപ്പെടുത്തുക. ഇതാണ് എന്റെ അഭിപ്രായം. ബാല്യം മുതൽക്കേ ഈ പാണ്ഡവന്മാരെ നശിപ്പിക്കാനും രാജ്യാപഹരണത്തിനും വേണ്ടി ദുഷ്ടന്മാരായിരിക്കുന്ന ദുര്യോധനാദികൾ ചെയ്ത അക്രമങ്ങളും അനീതികളും അക്ഷന്തവ്യങ്ങളാണ്. ഇനിയും ആ വഴിക്ക് തന്നെയാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ യുദ്ധം അനിവാര്യമായി തീരും. ദുര്യോധനാദികൾ കൂട്ടത്തോടെ നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദുര്യോധനന്റെ അഭിപ്രായം എന്തെന്നറിയാതെ നമുക്കിപ്പോൾ ഒന്നും തീർച്ചപ്പെടുത്തുക വയ്യ. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാനും പകുതി രാജ്യമെങ്കിലും ധർമ്മപുത്രർക്ക് കൊടുക്കുവാനും അവനെ പ്രേരിപ്പിക്കുവാനും വേണ്ടി സമർത്ഥനായൊരു ദൂതനെ ഉടൻ തന്നെ ഹസ്തിനപുരിയിലേക്ക് അയക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. ദുര്യോധനാദികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, യുദ്ധം ഒഴിവാക്കുക. ഇതായിരുന്നു കൃഷ്ണൻ പറഞ്ഞത്.
എല്ലാവരും കൃഷ്ണൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്നു. ശരിയാണ്, കാലങ്ങളായിട്ട് കൗരവന്മാർ ചെയ്യുന്ന പ്രശ്നങ്ങളായതൊക്കെ. യുദ്ധമുണ്ടായാൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഭീമാർജുനന്മാര് കൗരവന്മാരെ നശിപ്പിച്ചു കളയും, യുദ്ധം വേണ്ട. പിന്നെ മറുപടി പറഞ്ഞത് ബലരാമനായിരുന്നു. അദ്ദേഹം എന്തു ചെയ്തു? കൃഷ്ണന്റെ അഭിപ്രായത്തോടുകൂടി ബലരാമൻ യോജിച്ചു. ധർമ്മപുത്രന്റെയും ദുര്യോധനന്റെയും നന്മയ്ക്കായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞത്. ധർമ്മപുത്രന് ചൂതിലുള്ള ഭ്രമം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ദുര്യോധനൻ, കർണൻ മുതലായ ഒരുപാട് പേർ ഉണ്ടായിട്ടും ദുർബുദ്ധിയായ ശകുനിയെ തന്നെ അദ്ദേഹം ചൂതിന് വിളിച്ചു. വിപരീത ഫലമാണെന്ന് കണ്ടിട്ടും വാശിയോടെ വീണ്ടും വീണ്ടും കളിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി. ഇക്കാര്യത്തിൽ ശകുനി മാത്രം തെറ്റുകാരനല്ല. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യം ആലോചിച്ച് ഒരു സന്ധി സംഭാഷണത്തിന് നാം മുതിരുകയാണ് വേണ്ടത്. സമർത്ഥനായ ഒരു ദൂതൻ ഭീഷ്മരെയും ദുര്യോധനെയും എല്ലാം കാര്യം പറഞ്ഞു മനസ്സിലാക്കട്ടെ. ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ വാശിയേറിയ ഭീമാർജുനന്മാരിൽ നിന്ന് അവർക്കുണ്ടാകുന്ന നാശത്തെ പറ്റിയും ദൂതൻ കുരുവംശത്തെ ബോധ്യപ്പെടുത്തട്ടെ. ഇത് ബലരാമനും പറഞ്ഞു. രണ്ട് അഭിപ്രായങ്ങളും കേട്ടപ്പോ ഈ രണ്ട് അഭിപ്രായങ്ങൾക്കും എതിരായിട്ടാണ് സാത്യകി പറയുന്നത്. സാത്യകിയുടെ വാക്കുകൾ എന്തായിരുന്നു എന്നറിയൂ? നിങ്ങൾ അക്ഷക്രീഡയിൽ യുധിഷ്ഠിരനിൽ കുറ്റം കണ്ടതൊട്ടും ശരിയായില്ല. അജ്ഞാനമില്ലാത്ത യുധിഷ്ഠിരനെ അക്ഷയ കോവിദന്മാർ വന്ന് ചൂതിന് വിളിക്കുകയല്ലേ ചെയ്തത്? ക്ഷാത്രധർമാനുസാരിയായിരിക്കുന്ന അദ്ദേഹം അതനുസരിക്കുകയല്ലേ ചെയ്തത്? പിന്നെങ്ങനെയാണ് ധർമ്മിഷ്ഠനായിരിക്കുന്ന ധർമ്മപുത്രർ കുറ്റക്കാരനാവുന്നത്? ചൂതിന് വിളിക്കുന്ന ഒരു ക്ഷത്രിയൻ ചൂത് കളിക്കണം, അതാണ് ധർമ്മപുത്രർ ചെയ്തിരിക്കുന്നത്. പിന്നീട് നിഷ്കളങ്ക ഹൃദയമുള്ള ധർമ്മപുത്രനെ ചൂത് കളിച്ച് കള്ളച്ചൂതിൽ ശകുനിയുടെ ബലത്തിൽ പരാജയപ്പെടുത്തിയത് ധർമ്മത്തിനുചിതമാണോ? യുധിഷ്ഠിരൻ തനിക്ക് അവകാശപ്പെട്ട രാജ്യം യാചിച്ചു വാങ്ങുകയാണോ വേണ്ടത്? എത്ര അനുനയിപ്പിച്ചാലും പാണ്ഡവന്മാർക്ക് പൈതൃകമായ രാജ്യം കൊടുക്കാൻ ദുര്യോധനാദികൾ കൂട്ടാക്കുകയില്ല. ധർമ്മപുത്രർ ഭരിച്ചിരുന്ന രാജ്യമല്ലേ അത്? ചതി കൊണ്ടും കളവ് കൊണ്ടും കുരുവംശം കൈയടക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയൊരു ദൂതനെ അയച്ച് ദുര്യോധനനോട് പ്രതിജ്ഞ യഥാവിധി നിർവഹിച്ച ധർമ്മപുത്രരെ വന്ന് വണങ്ങുവാനും രാജ്യം മടക്കി കൊടുക്കുവാനും പറയുകയാണ് വേണ്ടത്. അതിനവൻ വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ വേണ്ടത് ഭീമാർജുനന്മാരുടെയും നകുല സഹദേവന്മാരുടെയും എന്റെയും ആയുധങ്ങളുടെ ചൂടവർ അറിയണം. ശത്രുക്കളോട് ഇരക്കുന്നതിൽ പകരം അധർമ്മവും അയശസ്വിയുമായി മറ്റെന്തുണ്ട്? പകുതി രാജ്യം കൊണ്ടൊന്നും നമ്മൾ തൃപ്തിപ്പെടുകയില്ല. യുധിഷ്ഠിരന് പൈതൃകമായ രാജ്യം മുഴുവൻ കിട്ടണം. അധർമ്മിഷ്ഠന്മാരെയും ദുഷ്ടന്മാരെയും ശിക്ഷിക്കുന്നതിൽ നമ്മൾ മടി കാണിക്കരുത്. അതുകൊണ്ട് യുധിഷ്ഠിരന്റെ ആഗ്രഹം എന്തോ അത് മടി കൂടാതെ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. ഇതങ്ങോട്ടേക്ക് സാത്യകി പറഞ്ഞു. ഇത് കേട്ടപ്പോ ആ സഭയിലുണ്ടായിരുന്ന എല്ലാവരും കൈകൊട്ടാൻ തുടങ്ങി. ഇതാണ് ശരി. യുധിഷ്ഠിരനെ ചൂത് കളിക്ക് വിളിച്ചതാരാണ്? ദുര്യോധനാദികൾ. യുധിഷ്ഠിരൻ ഒരു ക്ഷത്രിയനാണ്. മത്സരത്തിനും യുദ്ധത്തിനും വിളിച്ച ക്ഷത്രിയൻ പിന്മാറുകയല്ല വേണ്ടത്, പോവുകയാണ് വേണ്ടത്. ഇതാണ് ധർമ്മം. ധർമ്മിഷ്ഠനായിരിക്കുന്ന യുധിഷ്ഠിരൻ ചൂത് കളിച്ചു. ആ ചൂതിൽ കള്ളക്കളി കളിച്ച് ശകുനിയുടെ ബലത്തിൽ ദുര്യോധനാദികൾ തോൽപ്പിച്ചു. ഇത്രയും വർഷം യുധിഷ്ഠിരൻ ഭരിച്ചിരുന്ന ആ രാജ്യം ദുര്യോധനാദികൾ കള്ളച്ചൂതിലൂടെ കൈയടക്കി. അപ്പോ പകുതി രാജ്യത്തിന് വേണ്ടി ദുര്യോധനന്റെ അടുത്ത് പോയിട്ട് യാചിക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യം, നടക്കില്ല. ദുര്യോധനനോട് മുഴുവൻ രാജ്യവും യുധിഷ്ഠിരന് കൊടുക്കാൻ പറയണം. അതാണ് മര്യാദ, അതാണ് വേണ്ടത്. ഇനി അതിനവൻ തയ്യാറായില്ലെങ്കിൽ ഭീമന്റെയും അർജുനന്റെയും നകുലന്റെയും സഹദേവന്റെയും ഒക്കെ വില്ലിന്റെ ചൂട് എന്താണെന്ന് യുധിഷ്ഠിരൻ അറിയണം. ഇതാണ് സാത്യകി പറഞ്ഞ മറുപടി. അതിനുശേഷം ഇതും കൂടി കഴിഞ്ഞപ്പോ നമ്മുടെ ദ്രുപദ രാജാവ് അങ്ങ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, സാത്യകി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ദുര്യോധനൻ സന്തോഷത്തോടെ രാജ്യമൊന്നും വിട്ടുകൊടുക്കില്ല. പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും. ആര്? ധൃതരാഷ്ട്രര്.
ദുര്യോധനന്റെ വാക്കേ ധൃതരാഷ്ട്രർ കേൾക്കൂ. മകൻ എന്ന് പറഞ്ഞാൽ പിന്നെ ധൃതരാഷ്ട്രർക്ക് വേറെ ഒരു ചിന്തയില്ല. മകൻ തന്നെയാണ് ധൃതരാഷ്ട്രരുടെ ഏറ്റവും വലിയ കഴിവുകേട്. ഈ ദുര്യോധനൻ ജനിക്കുന്ന സമയത്ത് തന്നെ ഇവൻ കാരണം കുരുവംശം മൊത്തം നശിക്കുമെന്ന് അന്നേ പറഞ്ഞതാണ്. പക്ഷെ ആ മകനെ എങ്ങനെ ഉപേക്ഷിക്കുമെന്നായിരുന്നു ധൃതരാഷ്ട്രരുടെ ചിന്ത. ഇപ്പൊ ആ മകൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്നാലും ധൃതരാഷ്ട്രര് ദുര്യോധനെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അവന്റെ വാക്കേ കേൾക്കൂ. ഭീഷ്മദ്രോണാദികളും ഒക്കെ ഇപ്പോ ദുര്യോധനന്റെ കയ്യിലാണ്. ദുര്യോധനനോട് നല്ല വാക്ക് പറഞ്ഞിട്ടോ അനുനയിപ്പിച്ചിട്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ യുദ്ധത്തിന് തയ്യാറാവണം. ദുര്യോധനൻ രാജാക്കന്മാരെ സമീപിക്കുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് രാജാക്കന്മാരെയൊക്കെ സമീപിക്കണം. സജ്ജനങ്ങൾ ആരാണോ വന്ന് ആശ്രയിക്കുന്നത്, ആ ആശ്രയിക്കുന്നവന്റെ കൂടെ സജ്ജനങ്ങൾ ഉണ്ടാവും, അവര് വരും. അതുകൊണ്ട് കഴിയുന്ന അത്രയും വേഗത്തില് ബാക്കി രാജ്യത്തെ രാജാക്കന്മാരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം എന്ന് വയോവൃദ്ധനായ ധ്രുവരാജാവ് പറഞ്ഞു. മാത്രമല്ല, പിന്നീട് എന്റെ പുരോഹിതനും പണ്ഡിതനുമായ ബ്രാഹ്മണനെ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് ഒരു ദൂതനായിട്ട് നമുക്ക് വിടാം. ആര്? ദുര്യോധനന്റെ അച്ഛന്റെ അടുത്തേക്ക് നമുക്ക് വിടാം. അദ്ദേഹം അവിടെ പോയിട്ട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ധൃതരാഷ്ട്രരോട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇതല്ലേ നല്ലത്? യുദ്ധം ചെയ്താ പോരെ? ഈ ദുര്യോധനൻ നന്നാവില്ല. ഭീഷ്മദ്രോണന്മാരൊക്കെ ഇന്ന് ദുര്യോധനൻ പറയുന്നതേ കേൾക്കൂ. ദുര്യോധനൻ പറയുന്നതേ അച്ഛനായ ധൃതരാഷ്ട്ര കേൾക്കൂ. പിന്നെ എന്താ ചെയ്യാ? ഇത് കേട്ടപ്പോ, ദ്രുപദ രാജാവിന്റെ ഈ ഒരു സംസാരം കേട്ടപ്പോ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു, ഇത് തന്നെയാ ശരി, ഇതേ നടക്കൂ, യുദ്ധമേ നടക്കൂ. യുദ്ധം നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ദുര്യോധനൻ ആരെന്ത് പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയൽപ്പക്കത്തുള്ള രാജാക്കന്മാരെയൊക്കെ വിളിച്ച് നമ്മുടെ പക്ഷത്താക്കണമെന്ന് സദസ്സിലുള്ളവർ പറഞ്ഞു. ഇങ്ങനെ ഒരു ചർച്ച പോയിക്കൊണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് ഈ ചർച്ചയെ ഒന്ന് ഇടയ്ക്ക് കയറി നമ്മുടെ കൃഷ്ണൻ പറഞ്ഞു, ഭവാൻ പറയുന്നത് ഏറ്റവും ശരിയാണ്. പാണ്ഡവന്മാർക്ക് കാര്യസിദ്ധിക്ക് ഇതുതന്നെയാണ് ഏറ്റവും പറ്റിയ മാർഗം. ദീർഘദൃഷ്ടിയോട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഞങ്ങൾക്ക് കുന്തിയും സുഭദ്രയും വഴിക്ക് പാണ്ഡവന്മാരോടും എന്റെ മകനായിരിക്കുന്ന സാമ്പൻ ദുര്യോധനാദി പുത്രിയെ കല്യാണം കഴിക്കുകയായതുകൊണ്ടും കൗരവന്മാരോടുള്ള ബന്ധം തുല്യമാണ്. കൃഷ്ണൻ പറഞ്ഞു, പാണ്ഡവന്മാർക്ക് കാര്യം നടക്കണമെങ്കിൽ ഇത് തന്നെയാണ് നല്ലത്. നമ്മൾ എന്ത് കാര്യവും ദീർഘദൃഷ്ടിയോടുകൂടി വേണം ചെയ്യാൻ. ഒരിക്കലും ദുര്യോധനൻ പറഞ്ഞാൽ കേൾക്കുന്നവനല്ല. ഞങ്ങൾക്ക് കുന്തിയും സുഭദ്രയൊക്കെ പാണ്ഡവന്മാർ വഴിയാണ് ബന്ധമുണ്ടായത്. അതുപോലെ എന്റെ മകനായ സാമ്പൻ, അതായത് കൃഷ്ണന്റെ മകനായ സാമ്പൻ ദുര്യോധനന്റെ മകളെ കല്യാണം കഴിച്ചതുകൊണ്ട് കൗരവന്മാരോടുള്ള ബന്ധവും ഞങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ ഈ പാണ്ഡവന്മാരും കൗരവന്മാരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. കൃഷ്ണൻ പറഞ്ഞു, വയസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രാജാക്കന്മാരിൽ ഏറ്റവും വൃദ്ധനാണ് അങ്ങ്. അങ്ങ് പറയും പോലെ എല്ലാം കേൾക്കുക എന്നുള്ളത് ധർമ്മമാണ്. ധൃതരാഷ്ട്രർക്കും ദ്രോണർക്കും കൃപനുമെല്ലാം ബഹുമാന്യനും സമ്മതനുമാണ് അങ്ങ്. അതുകൊണ്ട് പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂതനോട് വേണ്ടതെല്ലാം അങ്ങ് തന്നെ പറഞ്ഞു കൊടുക്കുക. സുയോധനൻ വിചാരിച്ചാൽ കൗരവ പാണ്ഡവ സൗഭാഗ്യത്തിന് ഭംഗം നേരിടില്ല. അല്ലെങ്കിൽ യുദ്ധം അനിവാര്യമായിരിക്കും. അപ്പോൾ യുദ്ധസഹായത്തിന് ഞങ്ങളും അങ്ങയുടെ കൂടെ ഉണ്ടാവും. യുദ്ധത്തിന്റെ ഫലം എന്താകുമെന്ന് എനിക്കിപ്പോൾ തന്നെ അറിയാം. ഭവാനെ പോലെ വിവാഹത്തിന് ക്ഷണിച്ചു വരുത്തിയവരാണ് ഞങ്ങളും. എങ്ങനെയാണോ അഭിമന്യുവിന്റെയും ഉത്തരയുടെയും കല്യാണത്തിന് അങ്ങയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്, അതുപോലെയാണ് ദ്വാരകയിൽ നിന്ന് ഞങ്ങളെയും വിളിച്ചു വരുത്തിയത്. ഈ കൊട്ടാരത്തിൽ അങ്ങാണ്, ദ്രുപദ മഹാരാജാവായിരിക്കുന്ന അങ്ങാണ് പ്രായത്തിൽ എല്ലാവരെക്കാളും മൂത്തത്. അതുകൊണ്ട് അങ്ങയുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്. യുദ്ധത്തിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭാവി കാര്യങ്ങളെല്ലാം അങ്ങയെ ചുമതലപ്പെടുത്തുന്നു. എന്തു വന്നാലും പാണ്ഡവന്മാരുടെ കൂടെയും അങ്ങയുടെ കൂടെയും യുദ്ധത്തിന് തയ്യാറായി ദ്വാരകയിൽ നിന്ന് ഞങ്ങളും ഉണ്ടാവും എന്നാര് പറഞ്ഞു? നമ്മുടെ കൃഷ്ണൻ പറഞ്ഞു. വിരാട് രാജാവ് ഇതെല്ലാം കേട്ട് സൽക്കരിച്ചു അവരവരുടെ രാജ്യത്തിലേക്ക് എല്ലാവരെയും യാത്രയാക്കി. രാമകൃഷ്ണന്മാർ എല്ലാവരോടും യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്കും പോയി. അതിനുശേഷം
ധർമ്മപുത്രർ എന്തു ചെയ്ത്? വിരാട് രാജാവിനോടും ദ്രുപദ രാജാവിനോടും കൂടി ആലോചിച്ച് യുദ്ധത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ധർമ്മപുത്രര് ചെയ്തു. എല്ലാ രാജാക്കന്മാരുടെ അടുത്തേക്കും ദൂതന്മാരെ പറഞ്ഞയച്ചു. ചാരന്മാർ വഴി ഈ വിവരങ്ങളെല്ലാം നമ്മുടെ ദുര്യോധനൻ അറിഞ്ഞു. യുദ്ധത്തിന് വേണ്ട ഒരുക്കപ്പാടൊക്കെ നമ്മുടെ ദുര്യോധനനും ചെയ്യാൻ തുടങ്ങി. അറിവുകൊണ്ടും കഴിവുകൊണ്ടും പ്രായം കൊണ്ടും വൃദ്ധനായിരിക്കുന്ന ദ്രുപദ രാജാവ് എന്തേത്? യുധിഷ്ഠിരന്റെ സമ്മതം വാങ്ങിയിട്ട് കൗരവന്മാരുടെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞു വിട്ടു. പാണ്ഡവന്മാരുടെ ഇഷ്ടം പോലെ നീതിശാസ്ത്ര വിശാരദനും സാധുശീലനുമായ പുരോഹിതൻ, നമ്മുടെ ദ്രുപദ രാജാവ് വിട്ട പുരോഹിതൻ എന്തു ചെയ്തു? നല്ലൊരു മുഹൂർത്തത്തില് കൗരവന്മാർക്ക് നല്ല ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടി നേരെ ഹസ്തിനപുരിയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് നീതിന്യായങ്ങളും സത്യധർമ്മങ്ങളും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാക്കി തീർക്കാം. അതല്ലാതെ ഒരു യുദ്ധത്തിനൊക്കെ പോയാൽ ആകെ പ്രശ്നമാവുമെന്ന് ഈ ദൂതൻ കൗരവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹസ്തിനപുരിയിലേക്ക് പോയി. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാഭവനപുരേഷൻ കി ജയ്. നമ്മള് ഗുരുവായൂർ മഞ്ജരീസിന്റെ കൃഷ്ണയാമത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാഭാരതമാണ്. മഹാഭാരതത്തിലില്ലാത്തതൊന്നും ലോകത്തിലില്ല, ലോകത്തിലില്ലാത്തതൊന്നും മഹാഭാരതത്തിലുമില്ല. മഹാഭാരതം ശ്രേയസ്കരമാണ്. ആ മഹാഭാരതത്തിലൂടെ എല്ലാവർക്കും നമ്മുടെ മഹത് ഗ്രന്ഥം മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ മാക്സിമം മഹാഭാരതം ഷെയർ ചെയ്യുക. ഹരേ കൃഷ്ണ. ഇനി നമ്മൾ നാളെ ഉദ്യോഗ പർവ്വത്തിലെ ദുര്യോധനന്റെയും അർജുനന്റെയും ഒക്കെ സഹായ അഭ്യർത്ഥനയാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഇടയ്ക്ക് ശല്യൻ കയറി വരുന്നുണ്ട്. ശല്യൻ കയറി വന്ന് ദുര്യോധനനെ വശീകരിക്കുന്നുണ്ട്. പിന്നെ അവിടെ വൃദ്ധവാസ യുദ്ധം തന്നെ നടക്കാൻ പോകുന്നുണ്ട്. വൃദ്ധനെ വധിക്കുന്നുണ്ട്. നഹുഷൻ ഇന്ദ്രനാകുന്നുണ്ട്. അതോടുകൂടി ഇന്ദ്രാണിക്കൊരു ഭയം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഇന്ദ്രനെ പിന്നീട് കണ്ടെത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ മുന്നോട്ട് പഠിക്കുകയാണ്. കൃത്യം 8:30 മണിക്ക് ഗുരുവായൂർ മഞ്ജരീസ് പേജിലൂടെ നമ്മൾക്ക് മഹാഭാരതം കേൾക്കാം. അതുകൊണ്ട് ദയവായി ഗുരുവായൂർ മഞ്ജരീസ് പേജ് ഫോളോ ബട്ടൺ പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഫോളോ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് കിട്ടുന്നത്. യൂട്യൂബിൽ പോയി ഗുരുവായൂർ മഞ്ജരീസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ദയവായി ഇപ്പോൾ തന്നെ ഗുരുവായൂർ മഞ്ജരീസിന്റെ പേജ് ഫോളോ ബട്ടൺ പ്രസ് ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 9342494941. എന്ത് കാര്യമുണ്ടെങ്കിലും മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഒരു ഓഡിയോ മെസ്സേജ് അല്ലെങ്കിൽ റൈറ്റപ്സ് മെസ്സേജ് ഇടുക. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. എല്ലാവർക്കും ശുഭരാത്രി.